ഓൺലൈനിൽ കൂടി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഈ മെസ്സേജ് വ്യക്തിപരമായി അടിയനോടും നമ്മൾ ഓരോരുത്തരോടും കേൾക്കുന്ന വിവിധ ടൈം സോണുകളിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും ഓൺലൈനിൽ കൂടെ കേൾക്കുന്ന അനേകർക്ക് ഇത് സംസാരിക്കുകയും അനേകരുടെ ഹൃദയത്തിൽ വലിയ രൂപാന്തരത്തിനും ബലത്തിനും കർത്താവിനോടുള്ള അനുരൂപമായി തീരാൻ ഒരുക്കുന്നതിനും ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. പ്രിയപിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത്, ഞങ്ങളെ തന്നെ ഈ വചനത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്ന കർത്താവ്, അപ്പന്റെ കൃപയും അപ്പന്റെ മഹത്വവും ഇന്ന് ഈ മെസ്സേജിൽ, ഈ ശുശ്രൂഷയിൽ വെളിപ്പെടണം. രോഗത്തിലും വിവിധ വിഷയങ്ങളിലും വിവിധ ഞെരുക്കങ്ങളിലും വല്ലാതെ ഒതുക്കപ്പെട്ട വിഷയങ്ങളുടെ മേൽ, സ്വാതന്ത്ര്യമില്ലാതെ വല്ലാത്ത അടിമത്തത്തിലായി പോയ ചില വിഷയങ്ങളുടെ മേൽ, ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവശക്തിയായി അത് വ്യാപരിക്കണം. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകി തുടങ്ങും. ആ നിറവ്, അങ്ങയുടെ നിറവ് വചന കേൾവിയിലൂടെ ആഴമായി പരിവർത്തിക്കണമേ. ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ പേരിലായിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവദാസിദാസന്മാർക്കായിട്ട് സ്തോത്രം. ശക്തമായി അവരെ ഉപയോഗിക്കണമേ. വാതിലുകൾ, വഴികൾ തുറക്കപ്പെടണമേ. ദൈവസന്നിധിയിലെ കാര്യങ്ങളെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ദാസനെ, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ശബ്ദമായി നിൽക്കുവാൻ കൃപ തരണം. എല്ലാ പുകഴ്ചയാണ് യേശുക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഓൺ ചെയ്യുക. ദൈവം നമ്മെ എല്ലാം ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒത്തിരി സന്തോഷം, എല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷവും 8-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ സെയിം തന്നെ. ദൈവത്തിന് സ്തോത്രം. അതേപോലെ തന്നെ അത് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിലും അതേ ഭാഗം കാണാം. അപ്പോൾ 3 സുവിശേഷകരും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന, അതായത് സമവീക്ഷണ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രേഷ്ഠകരമായ ഈ വേഗഭാഗം ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് വിടുതലാകും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ വചനം ജീവൻ പകരും, ചൈതന്യം വരുത്തും, രൂപാന്തരം വരുത്തും. അത് സൃഷ്ടിപ്പിന്റെ വചനമാണ്. ആരാണ് വചനം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 2-ാം വാക്യം യോഹന്നാൻ 1:2. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. 3 സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 4 അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ ഹല്ലേലൂയ ഈ ലോകം മുഴുവനുള്ള കുറ്റാക്കുരുട്ടെല്ലാം കൂടെ കൂടിയാലും ക്രിസ്തുവിന്റെ വെളിച്ചത്തെ തടയുവാൻ കഴിയുകയില്ല. വിശ്വസിക്കാമോ? ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടപ്പോരുകൾ
ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വെളിച്ചമാണ് നമ്മളിൽ പ്രകാശിക്കുന്നത്. പാപത്തിന്റെ ഇരുട്ടിനെ മാറ്റുന്ന ക്രിസ്തുവിന്റെ വെളിച്ചം. ഓ, യോഹന്നാൻ സുവിശേഷം 1-9 ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഏതു മനുഷ്യനെയും ഒരു അതിർത്തികളുമില്ല, ഒരു ഡിസ്ക്രിമിനേഷൻസും ഇല്ല. വേറെ ആര് കർത്താവിൽ വിശ്വസിക്കുന്നോ, അവനെ കൈക്കൊള്ളുന്നോ, ദൈവത്തിന്റെ മക്കളാക്കി മാറ്റും. ആമേൻ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. അടുത്ത വാക്യം നമ്മുടെ എന്താണത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരായി തീർന്നു? ദൈവമക്കൾ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറ. കർത്താവേ, അങ്ങയുടെ മകളാക്കി എന്നെ തീർത്തതിന് നന്ദി, അങ്ങയുടെ മകനാക്കി എന്നെ തീർത്തതിന് നന്ദി. അതിന് കുറച്ചുകൂടെ ആഴമാണ് പൗലോസ് പറയുന്നത്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്ര. എഫേസ്യ ലേഖനം 2:19 നാം ദൈവത്തിന്റെ ഭവനക്കാർ. കുറച്ചുകൂടെ ആഴം കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് എല്ലാം ക്രിസ്തുശാസ്ത്രമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലാണെങ്കിലും എഫേസ്യ ലേഖനത്തിലാണെങ്കിലും കൊലോസ്യ ലേഖനത്തിലല്ല, കൊലോസ്യ ലേഖനത്തിൽ കുറച്ചുകൂടെ ആഴമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഓ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, നാം ക്രിസ്തുവിന്റെ മന്ദിരങ്ങൾ, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. കുറച്ചുകൂടെ ആഴം യോഹന്നാൻ തന്നെ ഹല്ലേലൂയ സുവിശേഷം 14 വരുമ്പോൾ, എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് കൊടുക്കും? എന്റെ കൽപ്പന പ്രമാണിക്കും. സ്നേഹം ഉണ്ടെന്ന് പറയുകയും, ദൈവത്തോട് വലിയ സ്നേഹം, ദൈവത്തോട് വലിയ ആദരവ്, ബഹുമാനം എല്ലാം ഉണ്ട്. പക്ഷെ ബന്ധത്തിലോട്ട് എത്തുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? കൽപ്പന അനുസരിക്കാനില്ല, മാറി നിൽക്കുക. ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൻ പറയുന്നത് അനുസരിക്കും, സ്വർഗീയ പിതാവിനെ അനുസരിക്കും. ഗ്ലോറി ടു ഗാഡ്. അപ്പനെ അനുസരിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് എല്ലാം ഭാഗ്യം തന്നതിനായിട്ട് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ തന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നല്ല വചനത്തിന്റെ നിറവിന്റെ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഉണ്ട് ഈ കൂട്ടായ്മയിൽ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. അപ്പോൾ സൃഷ്ടിപ്പിന്റെ വചനമെന്ന് യോഹന്നാൻ 1:3 നാം പഠിച്ചു. അതിന്റെ ഹല്ലേലൂയ 9 നാം പഠിച്ചു. എബ്രായ ലേഖനം 1:3 ഇത് തന്നെ പറയുന്നു. അവൻ സൃഷ്ടിപ്പിന്റെ വചനം, തത്വത്തിന്റെ മുദ്ര, അവന്റെ ഹല്ലേലൂയ ശ്രേഷ്ഠതയെല്ലാം അങ്ങോട്ട് പറയുക. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, താൻ മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചവൻ. ഇബ്രായ ലേഖനം 1:3. ഇങ്ങനെ വചന വെളിപ്പാട് നമ്മൾ അങ്ങോട്ട് പോയാൽ, വചനം എന്നുള്ള ഒറ്റ ഒരു തിയോളജിക്കൽ ടേം, ലോഗോസ് ലോഗോസ് എന്ന് പറഞ്ഞാണ് ജോൺ അങ്ങോട്ട് തുടങ്ങുന്നത് തന്നെ ഗ്രീക്കില്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം, ലോഗോസ്, ജീവന്റെ വചനം, സൃഷ്ടിപ്പിന്റെ വചനം, സൗഖ്യമാക്കുന്ന വചനം, രക്ഷിച്ച വചനം, നിത്യതയ്ക്കായി ഒരുക്കുന്ന വചനം, നമ്മെ ക്രമീകരിക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം, ശക്തീകരിക്കുന്ന വചനം. ഇരുവായുത്തിരിയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം. ഈ വചനമാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. ഗ്ലോറി ടു ഗാഡ്. കുറച്ചുകൂടി ആഴമായിട്ട് അങ്ങോട്ട് പോയാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. നിങ്ങളൊന്ന് എടുത്തേ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുത്ത എല്ലാവരും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. 5-ാം വാക്യം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തു. സ്തോത്രം. എന്താണ് കർത്താവിന്റെ പേര് പറഞ്ഞേ? വിശ്വസ്ത സാക്ഷിയായവൻ, മരിച്ചവരിൽ നിന്നും ആദ്യജാതനായവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ. സ്തോത്രം. അവരിൽ നിന്നാണ് നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകുന്നത്. അതിന്റെ അടുത്ത വാക്യം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ക്രിസ്തുവിന്റെ ക്രിസ്റ്റോളജിക്കൽ എക്സ്പ്ലനേഷൻസ്. നമ്മെ സ്നേഹിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സ്നേഹം എല്ലാം ലിമിറ്റഡ് ആണെന്ന് പറയാം. ഒരു എക്സ്റ്റെൻഡ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്നേഹവും മാറിപ്പോകും. ഒരു എക്സ്റ്റെൻഡ് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ലോകത്തിലെ എല്ലാ സ്നേഹവും അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട വാർത്തകൾ
ഒരമ്മമാർക്കും സഹിക്കുന്ന വാർത്തകളായിരുന്നില്ല. ഇങ്ങനെ മാതൃത്വം ഉണ്ടോ എന്ന് പോലും നാം ചിന്തിച്ചു പോയി. ജനിച്ച കുഞ്ഞുങ്ങളെയൊക്കെ പ്ലാസ്റ്റിക് കവറിലാക്കി കുഴിച്ചിടുന്ന അമ്മമാർ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. സാക്ഷര കേരളത്തെ നോക്കി ലജ്ജിക്കുക എന്നുള്ളതല്ലാതെ എന്താണ് പറയാനുള്ളത്? ഇതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നല്ല ബോധ്യവും ഒക്കെ കർത്താവ് കൊടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. മാതൃത്വം ഏറ്റവും ദൈവ കരുണയുള്ളതാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ നന്മയാണ്. ഇവിടെ പറയുകയാണ്, നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചവൻ. ഒന്ന് സ്തോത്രം പറയാമോ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപത്തെ പോക്കി വിടുവിച്ചു. എന്നിട്ട് നമ്മെ ആരാക്കി? പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവൻ. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരാം. ഈ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി സ്തോത്രം ഹല്ലേലൂയ അക്കരയിലോട്ട് പോകുകയാണ്. ഇതൊരു വലിയ തിയോളജിക്കൽ എക്സ്പ്ലനേഷന് അപ്പുറമായി ഇതിന്മേലുള്ള ഒരു ഡെലിവറൻസ് മെസ്സേജും കൂടെ ഇതിന്മേൽ വ്യാപരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ അനുഭവങ്ങളിൽ ആയിരിക്കുന്നവരായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി നിങ്ങളോട് സംസാരിക്കുന്ന ദൈവികാലോചന വിളിച്ചു പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ജീവിതത്തിൽ ഇൻ ക്രിസ്ത്യൻ ലൈഫ് വി ഹാവ് ടു ഫേസ് ടർബുലൻസസ്. ക്രിസ്തീയ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ നേരിടും. ഒന്ന് വിശ്വസിക്കാമോ? ഏറ്റെടുക്കാമോ? എല്ലാം സ്മൂത്തായിട്ട് അങ്ങ് പോകുന്നൊന്നും ചിന്തിക്കുക. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും ദുഷ്ടാത്മസേനയോടും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എഫേസ്യ ലേഖനം 6:10 മുതൽ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പ്രതിസന്ധിയുണ്ട്, കഷ്ടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞത്, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവനെല്ലാം, മത്തായിയുടെ സുവിശേഷം 7:24 മുതൽ പറഞ്ഞു നോക്കി, കാണാതെ പറഞ്ഞു നോക്കി, എന്താ ചെയ്തത്? പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എന്താ അവന്റെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? അവൻ അടിസ്ഥാനം കാണുന്നത് വരെ, കേട്ടോളൂ, പാറയാകുന്ന അടിസ്ഥാനം കാണുന്നത് വരെ അവൻ മെനക്കെട്ട് കുഴിച്ചു. ഈസി ലിവിങ്ങിന് പോയില്ല. സ്തോത്രം. തട്ടിക്കൂട്ട് പരിപാടിക്ക് പോയില്ല. കഷ്ടപ്പെട്ടു. അടിസ്ഥാനം കണ്ട് അതിന്മേൽ അവൻ വീട് പണിതു. സ്തോത്രം. 2 വീട്ടിന്മേലും ഒരേ തരം പ്രശ്നം. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. പക്ഷെ പാറമേൽ അടിസ്ഥാനമുള്ള വീട് വീണില്ല. കാരണം അത് ആഴക്കുഴിച്ച് കഷ്ടപ്പെട്ട്, ഞാൻ നിങ്ങളെ വീട്ടിലോട്ട്, നമുക്ക് ആ 2 വീട്ടിലോട്ട് ഒന്ന് പോകാം. ഒരാൾ അങ്ങോട്ട് പണിയാൻ തുടങ്ങി. വിതിൻ 1 month വീട് തീർന്നു. ഒരാളുടെ വീട് വിതിൻ 1 month. അത്രയും പോലും എടുത്ത് കാണത്തില്ല. അടുത്ത ആള് പണിതു, 1 വർഷമായിട്ടും തീരുന്നില്ല. കാരണം കുഴിച്ച് പോകണ്ടായോ അടിസ്ഥാനം കണ്ടെത്താൻ? ദൈവത്തിന് സ്തോത്രം. മെനക്കേടായിരുന്നു, കഷ്ടപ്പാടാ. ഞാൻ നിങ്ങളോടെല്ലാം പറയട്ടെ, ഹല്ലേലൂയ, ഈസി ലിവിങ് ആയിട്ട് കുറച്ച് ദൂതും കേട്ട് കുറച്ച് വചനം കേട്ട് അങ്ങനെ പോകുന്നതിനപ്പുറമായി റിലേഷൻഷിപ്പ് ശരിയാക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധം, പിതാവുമായിട്ടൊരു നല്ല ബന്ധം വേണം. ഹെവൻലി ഫാദറുമായിട്ട്. ഞാൻ നിങ്ങളോട് എൻ്റെ അപ്പനെ അങ്ങ് പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ആ ബന്ധം? ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഫാദർ ഗാഡ്? നിങ്ങൾക്കൊരു പപ്പ ഗോഡ് ഉണ്ട്. നിങ്ങൾക്കത് അറിയാം. നിങ്ങൾക്കെല്ലാം പറയാൻ പറ്റിയൊരു അപ്പനുണ്ട്. ഹല്ലേലൂയ. ഈ സ്വർഗീയ പിതാവിന്റെ അടുത്തോട്ട് നമ്മൾ അങ്ങ് അടുത്ത് ചെല്ലണം. ഹല്ലേലൂയ. യോഹന്നാൻ ആ സുവിശേഷത്തിന്റെ ആദ്യത്തിലെ 1 മുതൽ 18 വരെ പ്രോപ്പർ തിയോളജിയാണ്. ക്രിസ്റ്റോളജിക്കൽ ടൈറ്റിൽസ് എല്ലാം വെളിപ്പെടുത്തി അവസാനം പറയുകയാണ്. 1-ാം അധ്യായം 18-ാം വാക്യം ഒരാൾ വായിച്ചേ. ആരെങ്കിലും ഒരാൾ വായിച്ചേ. 1:18. യോഹന്നാൻ 1:18. ഞാൻ നോക്കുകയായിരുന്നു, നിങ്ങൾ ബൈബിൾ കയ്യിലെടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഉത്സാഹമുണ്ടോ എന്നൊക്കെ നോക്കുകയായിരുന്നു. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. താങ്ക് യു. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്.
ഈ പിതാവിനെ വെളിപ്പെടുത്തി, ഈ പിതാവ്, അതുകൊണ്ടാണ് നമ്മളോട് പിതാവിന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പ്രാർത്ഥിക്കുവാനായി കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആ അപ്പന്റെ അടുത്തോട്ട് ചെന്ന് പറയുക, അപ്പാ അപ്പാ. അപ്പനോടുള്ള ആ ഒരു സ്നേഹം, അപ്പനോടുള്ള ഒരു ആത്മാർത്ഥത. ഞാൻ എപ്പോഴും പറയട്ടെ, ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നിങ്ങളുടെ ലൈഫ് പീസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ചുറ്റുപാടും കിടന്ന് കടലിളകുന്നുണ്ടാകാം, നിങ്ങളുടെ ചുറ്റുപാടും ഭയങ്കര ടർബുലൻസസും ഭയങ്കര കാറ്റും മഴയും ഇടിയും വെള്ളപ്പൊക്കവും എല്ലാം കാണും. ബട്ട് യു ഷുഡ് ഹാവ്, നിങ്ങളുടെ ഹൃദയം നിറയെ സമാധാനമായിരിക്കും. അങ്ങനെ ഒരു മെസ്സേജിലോട്ടാ പോകുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ടൈറ്റിൽ കേട്ടായിരുന്നോ? There are different kind of turbulences in Christian life. So, learn to be steady in the midst of the turbulences. എന്തെടുക്കണം? പഠിക്കണം. എന്ത് പഠിക്കണം? ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ എങ്ങനെ എനിക്ക് നേരോടെ ധൈര്യത്തോടെ നിവർന്നു നിൽക്കാൻ കഴിയും? നമ്മുടെ പ്രാപ്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ പറ്റത്തില്ല. ശ്രദ്ധിച്ചോണേ. നമ്മുടെ എഡ്യൂക്കേഷന്റെ ഗ്രേറ്റ്നെസ് കൊണ്ടോ നമ്മുടെ ഫാമിലി ഗ്രേറ്റ്നെസ് കൊണ്ടോ നമ്മുടെ റിച്ച്നെസ് കൊണ്ടോ നത്തിങ്, ഒന്നും നടക്കത്തില്ല. നമ്മുടെ എബിലിറ്റി കൊണ്ട് നടക്കത്തില്ല. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഏത് പ്രതിസന്ധിയാകട്ടെ, ഫിലിപ്പിയൻസ് 4:13, ഏത് വിഷയമാകട്ടെ, എന്നെ പകർന്നിരിക്കുന്ന ഒരു ആത്മബലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വ്യാപരിക്കുന്ന ഉടനെ നിന്റെ പ്രതിസന്ധി നോക്കി നീ ഭാരം പറയത്തില്ല, പരിഭവം പറയത്തില്ല. മറിച്ച് നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആഴം തിരിച്ചറിഞ്ഞു പറയും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിലിനെ ചാടിക്കടക്കും. എന്റെ കർത്താവ് എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് വ്യക്തിപരമായി സംസാരിക്കാൻ പറയുകയാണ്. ഞാൻ അങ്ങ് പറഞ്ഞു തുടങ്ങുകയാ. തലമുറയെ ചൊല്ലി വല്ലാതെ ഞെരുങ്ങുന്ന ചിലരുടെ ഇരിപ്പുണ്ട്. മക്കളെ ചൊല്ലി ദൈവാത്മാവ് പറയുന്നു, മക്കളെ തന്നതാരാ? വാക്യം കാണാതെ പറ. മക്കൾ യഹോവ നൽകിയ ദാനം, ഉദരഫലം അവൻ തന്ന പ്രതിഫലം. ആരാ മക്കളുടെ ഉടമസ്ഥൻ? ആരാ? പിതാവായ ദൈവ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ കയ്യിലോട്ട് വളർത്താൻ തന്നതാ. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നങ്ങൾക്കപ്പുറം ദൈവം നിങ്ങളെ ഉയർത്തിയെങ്കിൽ കരമുയർത്തിയെന്ന് സ്തോത്രം പറയാവോ? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷകൾക്കപ്പുറം ദൈവം നിങ്ങളെ മാനിച്ചെങ്കിൽ നിങ്ങളുടെ മക്കളെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് അവന്റെ മാർഗ് നോക്കി നാളത്തെ ഭാവി നീ പ്രഡിക്റ്റ് ചെയ്യേണ്ട. ഹലോ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് അവന്റെ ലൈഫ് നോക്കി നാളെ ഇവൻ ഇങ്ങനെ ആയി പോകുമോ എന്നുള്ള പരിഭവവും വേണ്ട. മറിച്ച് അപ്പനോട് പറ, അപ്പാ നീ തന്ന ഏറ്റവും മികച്ച ദാനത്തിനായിട്ട് സ്തോത്രം. ഭക്തിയോടും ദൈവകൃപയോടും പത്യവചനത്തിലും ഹല്ലേലൂയ നല്ല കൃപയോട് കൂടി ഹല്ലേലൂയ. ഞാൻ അമ്മമാരോട് ഒന്നുകൂടെ ദൈവാത്മാവ് തൊട്ട് സംസാരിക്കാൻ പറയുന്നു. നിങ്ങളുടെ മക്കളുടെ കണ്ണുകളിൽ നോക്കി ദൈവകൃപയുടെ വാക്കുകൾ മാത്രം പറയുക. ഒരിക്കലും നിരാശയുടെ വാക്കും അവരെ നോക്കി ശാപവാക്കുകളും പറയരുത്. എന്തെങ്കിലും ബലഹീനത വന്നു പോയിട്ടുണ്ടോ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. കാരണം അവർ നമ്മുടെയല്ല, ദൈവത്തിന്റെയാ, ദൈവത്തിന്റെയാ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോട് സംസാരിക്കണം തലമുറകളോട്. നമുക്ക് തന്നിരിക്കുന്ന പാർട്ട്ണർ എന്ന് പറയട്ടെ, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ വൈഫ്, ദൈവം തന്ന ഗിഫ്റ്റാ. ഡോണ്ട് തിങ്ക് ദാറ്റ് എനിക്ക് എന്റെ സ്വന്തം. നോ, ഇത് ദൈവം തന്ന ഗിഫ്റ്റാ. ബഹുമാനത്തോടെ, ആദരവോടെ, അനുസരണത്തോടെ, ആത്മാർത്ഥ സ്നേഹത്തോടെ ഈ ജീവിതകാലം എത്ര വർഷം ഒന്നിച്ചുണ്ടോ അത് മുഴുവൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി എത്തിയില്ലെന്നും പറഞ്ഞ് നിരാശപ്പെട്ടും പരിഭവം പറഞ്ഞും രാത്രിയിൽ കരഞ്ഞും പഴുതനപ്പുറമായി ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഞാൻ കൂടുതൽ കുറച്ചുകൂടെ ആഴത്തിൽ പറയട്ടെ, കൗൺസിലിംഗ് സെഷൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ദൈവിക സ്നേഹം നിങ്ങളിൽ പകർന്നിരിക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം, അഗാപ്പേ ലവ്, ദൈവിക സ്നേഹം നമ്മിൽ പകർന്നിരിക്കെ നമുക്കും ആളുകളെ കർത്താവിന്റെ കണ്ണുകളിലൂടെ കാണുവാൻ കഴിയണം. കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിറവുള്ള ക്രിസ്തുവിന്റെ സ്നേഹം പകരണം. അവിടെ നമ്മൾ ജയിച്ചു തുടങ്ങും.
അവിടെ നമ്മളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കും. നമ്മുടെ കുടുംബം വലിയ സന്തോഷമുള്ളതാകും. ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ദൈവമേ, ഇന്നൊരു ദിവസം കൂടെ ഞങ്ങൾക്ക് സമാധാനത്തോടെ തന്നതിനായിട്ട് സ്തോത്രം. ഇന്നെല്ലാം ഭയങ്കര എന്താ പറയാ, സെലിബ്രേഷൻ മൂഡിലൊന്നും ആയിരുന്നില്ല. ബട്ട് കർത്താവെ, ഉള്ളതിനകത്ത് സന്തോഷം തന്നതിനായിട്ട് സ്തോത്രം. എല്ലാം വളരെ ഹല്ലേലൂയ സമാധാനം തന്നതിനായിട്ട് സ്തോത്രം. ഒരു കൂട്ടാനും ചോറോ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് സമാധാനത്തോടെ തൃപ്തിയോടെ കഴിക്കാൻ പറ്റിയതിനായിട്ട് സ്തോത്രം. ഇതുമാത്രം നമ്മൾ ദൈവത്തെ സ്തുതിക്കാനുണ്ടെന്ന് അറിയാം. ഇങ്ങനെ ഇവരങ്ങോട്ട് മിനിസ്ട്രിയുടെ നെക്സ്റ്റ് ലെവലോട്ട് അങ്ങോട്ട് പോകുകയാണ്. ഈ പോകുന്ന വഴിക്കാണ് മുന്നറിയിപ്പില്ലാതെ വരുന്ന ചുഴലിക്കാറ്റ്. പറയണേ, എന്നിട്ട് ഞാൻ പറയാം. മുന്നറിയിപ്പില്ലാതാണ് ഇഷ്യൂസ് കയറി വരുന്നത്. പക്ഷേ നിനക്ക് മുന്നറിയിപ്പില്ലെങ്കിലും കർത്താവിന് അതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. കാരണം ചുഴലിക്കാറ്റിനെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഹീസ് ദ ഓണർ ഓഫ് ദാറ്റ് ടർബുലൻസസ്. കാറ്റിനെ സൃഷ്ടിച്ചവൻ അറിയത്തില്ലയോ അത് നിന്റെ നേരെ അടിച്ചാൽ? വിശ്വസിക്കോ? നീ ആയിരിക്കുന്ന പടകിൽ കർത്താവുണ്ട്. വാക്യം വായിക്കാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം അല്ലെ മത്തായിയുടെ സുവിശേഷം എടുത്തോളൂ. മത്തായിയുടെ സുവിശേഷം, ദൈവത്തിന് സ്തോത്രം, 8-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒരാൾ വായിച്ചേ. 8:24. പിന്നെ കടലിൽ വലിയ ഒട്ടമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. യെസ്, വലിയ ഓളം. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണെന്ന് അറിയാമോ? കർത്താവ് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, യേശു പടകിൽ ഉണ്ട്. ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള ഗദരദേശത്തേക്ക് ഇവർ പോവുകയാണ്. ഈ കടലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തിരമാലകൾ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് മാത്രമേ ദൂരത്ത് അവിടെ എത്തുവാൻ കഴിയത്തുള്ളൂ. മണിക്കൂറുകൾ എടുക്കും. കർത്താവ് വളരെ ഇത്രയും ഇളകി വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ സൃഷ്ടിച്ച നാഥൻ അതിൽ ശാന്തമായി ഉറങ്ങി. ഞാനൊരു ദൂതൂടെ വിളിച്ചു പറയാം. നിന്നെ ഞെരുക്കി തകർക്കൂ എന്നൊക്കെ പറഞ്ഞ ടർബുലൻസസ് വരുമ്പോ നീ നമ്മുടെയൊക്കെ കയ്യിലെ കൊച്ചു കുഞ്ഞുങ്ങളില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അവർ ഈ കാറ്റും മഴയൊന്നും അവരെ അറിയത്തു പോലുമില്ല. കാരണം അവരെ നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിക്കും. റൈറ്റ്? നമ്മളെ ആ കാറ്റടിക്കാതെ മഴ കൊള്ളാതെ നമ്മൾ അവരെ വളരെ കെയർഫുൾ ആയിട്ട് പൊതിഞ്ഞ് കരങ്ങളിൽ മാർവോടണച്ച് സൂക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് നമ്മെ ഏത് പ്രതിസന്ധി വന്നാലും അതിനകത്ത് കാക്കുവാൻ പരിപാലിക്കുവാൻ ശക്തനാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. നീ ഭയപ്പെടേണ്ട. നീ അഗ്നിയിൽ കൂടി കടന്നോട്ടെ, നീ വെള്ളത്തിൽ കൂടെ പോയോട്ടെ, നീ കഠിനമായ രോഗാവസ്ഥയിലൂടെ പോയിക്കോട്ടെ. ഹല്ലേലൂയ. നീ കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ ലാസറിനെ പോലെ കല്ലറയ്ക്കകത്ത് കയറിക്കോട്ടെ. കൂടപ്പുറപ്പ് പറഞ്ഞോട്ടെ, 3 ദിവസമായി, ഇനി പ്രതീക്ഷ വേണ്ട, അങ്ങോട്ട് പോവണ്ട, വിളിക്കണ്ട, പറയണ്ട. നിന്റെ നാട്ടുകാര്, വീട്ടുകാര്, ദേശക്കാര്, സഭക്കാര് പറഞ്ഞോട്ടെ, കൂട്ടുകാര് പറഞ്ഞോട്ടെ. ഓഹോ, എന്നാൽ അപ്പന് പദ്ധതി ഉണ്ടെങ്കിൽ ജീവൻ വന്ന് മരണത്തെ വിളിക്കും, ലാസറെ പുറത്തു വരാൻ. ഗ്ലോറി ടു ഗോഡ്. നീ ആയിരിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും അപ്പനറിയാത്തതല്ല. എൻ്റെ അപ്പനെ അറിയാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. നിനക്കെതിരെ ഉണ്ടാക്കിയ കൈയെഴുത്തുകൾ, നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ ചില തന്ത്രങ്ങൾ, നിന്നെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ, നിന്റെ ഔദ്യോഗിക നിലവാരത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ, ഹല്ലേലൂയ, നിന്റെ തലമുറകളെ തകർത്ത് കളയുവാൻ എഴുതപ്പെട്ട ചില എഴുത്തുകൾ, ഒരുക്കപ്പെട്ട ഹാമാന്യ കുലമരങ്ങൾ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. നാഥൻ പടകിലുണ്ട്, അവനെ ഉണർത്തേണ്ട സമയമത്ര ഇത്. കരമടിച്ച് ഈ ദൂതൊന്ന് ഏറ്റെടുത്തോ. നാഥൻ നിന്റെ പടകിലുണ്ട്, അവനെ ഉണർത്തേണ്ട സമയമത്ര ഇത്. അവൻ ഉണർന്നാൽ, കാരണം he is the creator of the sea, he is the creator of the wind, he is the creator of the people. അവനാണ് അവന്റെ സൃഷ്ടിതാവ്, അവനാണ് ഈ കടലിന്റെ സൃഷ്ടിതാവ്. ഓ സ്തോത്രം. അവനാണ് ഈ മനുഷ്യരെ ഉണ്ടാക്കിയത്, അവനാണ് ഈ കാറ്റിനെ ഉണ്ടാക്കിയത്.
അവന്റെ സൃഷ്ടിയെ വെച്ച് എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലും എന്റെ അപ്പൻ അതിന്മേൽ കൺട്രോൾ ഉള്ളവനാണ്. പറഞ്ഞേ, മൈ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ ഓഫ് മൈ സിറ്റുവേഷൻസ്. എന്റെ കർത്താവിന് എന്റെ സിറ്റുവേഷൻസിന്മേൽ കൺട്രോൾ ഉണ്ട്. മൈ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ ഓഫ് മൈ ഫാമിലി. മൈ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ ഓഫ് മൈ മിനിസ്ട്രി. ദൈവാത്മാവ് ശക്തമായി കർത്താവിന്റെ വേല ചെയ്യുന്ന ചിലരോട് കൃപയോടെ ഹല്ലേലൂയ വളരെ ശക്തമായി പറയുന്നു, അടുത്ത സ്റ്റെപ്പുകൾ എങ്ങനെ വെക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ വല്ലാതെ കൺഫ്യൂഷൻസിലും സ്ട്രഗിൾസിലുമായിരിക്കുന്ന ചിലരോട് കൃത്യതയോടെ ദൈവാത്മാവ് സംസാരിക്കുന്നു. ദിസ് ഈസ് യുവർ ടൈം. അപ്പന്റെ കയ്യിലോട്ട് മുറുകെ പിടിച്ചു പറ, അപ്പാ എന്നെ നടത്തണമേ, അപ്പാ അങ്ങയുടെ ഹിതപ്രകാരം വഴികൾ തുറക്കപ്പെടണമേ. എന്റെ കർത്താവ് വഴികൾ തുറക്കും, ആരും അടയ്ക്കാതെ വണ്ണം. കാരണം അവനാണ് വഴി. He is the way. He said, hallelujah. എന്താ പറഞ്ഞത്? യോഹന്നാൻ 14:6. എന്താ പറഞ്ഞത്? I am the way, I am the truth and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമായവൻ, വഴിയായവൻ, വഴിയൊരുക്കാൻ കഴിയുന്നവൻ, വാതിലായവൻ. യോഹന്നാൻ 10:7. വാതിലായവൻ, നല്ല ഇടയനായവൻ. യോഹന്നാൻ 10:11. ഗ്ലോറി ടു ഗാഡ്. ജീവനും പുനരുത്ഥാനവും ജീവനുമായവൻ. യോഹന്നാൻ 11:25. ജീവന്റെ അപ്പമായവൻ. യോഹന്നാൻ 6:35. ലോകത്തിന്റെ വെളിച്ചമായവൻ. യോഹന്നാൻ 8:12. ഓ മൈ ഗാഡ്. സാക്ഷാൽ മുന്തിരിവള്ളിയായവൻ, ഒരു കഴിവുമില്ലാത്ത, ഒരു യോഗ്യതയില്ലാത്ത നമ്മെ ആ സാക്ഷാൽ മുന്തിരിവള്ളിയോട് ചേർത്തൊട്ടിച്ച് നമ്മിൽ അവന്റെ കൃപയുടെ ഹല്ലേലൂയ ആത്മാവിനെ പകർന്ന് നമ്മിൽ അവന് നിറവ് പകർന്നവൻ. ഈ കൃപയും സത്യത്തിന്റെയും നിറവ് അവന്റെ കൃപമേൽ നമുക്ക് എല്ലാവർക്കും അവന്റെ നിറവിൽ നിന്ന് കിട്ടിയത് എന്തുവാണ്? കൃപമേൽ കൃപ. യോഹന്നാൻ 1:16. അങ്ങനെയാണെങ്കിൽ ഈ ജീവൻ നമ്മിൽ വ്യാപരിക്കണം, ഈ കൃപ നമ്മിൽ വ്യാപരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും മനസ്സിലാകും, എന്റെ അപ്പൻ അറിയാതെ ഓരോളവും ഒരു കാറ്റും ഒരു വിഷയവും ഇല്ല. ഹി ഈസ് ഇൻ കൺട്രോൾ. എന്റെ അപ്പൻ അതിനകത്ത് കൺട്രോൾ ഉള്ളവനാണ്. ശക്തമായി ദൈവത്തെ സ്തുതിച്ചോളൂ. നിങ്ങൾക്ക് ദൈവാത്മാവ് തന്ന ദൂതിന്റെ ആഴം ഗ്രഹിച്ചോളൂ. അതിനെ കർത്താവിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ഏറ്റുകൊള്ളൂ. നോക്കൂ, ഒന്നാമത് പറയുന്നു, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. പെട്ടെന്ന് കടന്നു വരുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ ഭയപ്പെടരുത്. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി, ഒറ്റ മാസം മുമ്പ് ജൂൺ മാസം 3-ാം തീയതി പെട്ടെന്നൊരു കൊടുങ്കാറ്റ് ഞങ്ങളുടെ വീട്ടിലോട്ട് അടിച്ചു. പെട്ടെന്നൊരു കൊടുങ്കാറ്റ്. ഞാൻ വിവിധ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്ന ഒരു സെമിനാരിൽ MD ക്ലാസ്, അത് പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ വേദന, റൈറ്റ് സൈഡില് ശക്തമായ വേദന ഉണ്ടായി. അപ്പൊ ഞാന് സാറും നല്ല ബന്ധപ്പാടുകായിരുന്നു. അന്ന് കോളേജിൽ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് വേറെ ചില ബന്ധപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാർ ഉറങ്ങുന്നു. എനിക്ക് പോയി അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാനോ, നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറങ്ങുകയാണ്. ഞാൻ 2 മണിക്കൂർ 10 തൊട്ട് 12 വരെ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, ഇതിനൊരു ശാന്തത തരണം. ഒരു 12 മണിയായപ്പം എന്റെ മനസ്സിൽ തന്നെ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒന്നിച്ചു പോയി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസൻ അന്നേരം പറഞ്ഞു, ഇത് അപ്പൻഡിസൈറ്റിസ് ആണ്, ഇത് കഠിനമായ ഇങ്ങനെ വേദന വരുന്ന അപ്പൻഡിസൈറ്റിസ് ഇൻഫെക്ഷൻ ആയതാണ് എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എന്നോട് പറഞ്ഞു, നമുക്ക് ഇപ്പം വേണേ ഹോസ്പിറ്റലിൽ പോകാൻ. ഞാൻ പറഞ്ഞു, ഇപ്പൊ പോകണ്ട, താഴെ പപ്പ ഉറങ്ങുക, പപ്പയെ ഡിസ്റ്റർബ് ചെയ്യണ്ട, പോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങള് കർത്താവിന് സ്തോത്രം. പിറ്റേ ദിവസം അപ്പൊ എനിക്ക് വെളുപ്പിനെ 6 to 7 യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഞാൻ എടുത്ത് ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പറയട്ടെ, ദൈവം നിന്റെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ കാറ്റുകൾ അടുപ്പിക്കുമ്പോൾ ഓർത്തോണേ, അതിന്റെ പുറകെ ഒരു മഹത്വം വരുന്നുണ്ടെന്ന്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നിന്റെ അപ്രതീക്ഷിതമായ ചില കാറ്റുകൾ വരുമ്പോൾ നീ ഓർത്തോണേ, അതിന്റെ പുറകെ ചില ദൈവിക മഹത്വവും നന്മകളും വരുന്നുണ്ടെന്ന്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന് സ്തോത്രം. ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി വേദനയുണ്ട്. അവിടെ ചെന്ന് കാഷ്വാലിറ്റിയിൽ ചെന്ന് നോക്കിയപ്പോ എന്റെ നെക്സ്റ്റ് ബെഡ് ഞങ്ങൾ 3 ബെഡുള്ള വലിയൊരു ഹോസ്പിറ്റലാ, കാഷ്വാലിറ്റിയിൽ തന്നെ. എന്റെ കാണുന്നത് ഒരു 6 months ഉള്ള ഒരു ബേബിയാ കാണുന്നത്, ഒരു കുഞ്ഞ്. അവന് ക്യാൻസർ ആയിട്ട് ബോൺമാരോ ചെയ്യാനായിട്ട് കൊണ്ടുവന്നേക്കാണ്. അവനെ ആദ്യം കാഷ്വാലിറ്റിയിലോട്ട് കയറ്റി അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്ക് കുഴപ്പമില്ല, ഐ എം ഓക്കെ, കുഴപ്പമില്ല, ദൈവമേ ഞാൻ ഒരു കംപ്ലൈന്റും പറയുന്നില്ല, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. അവിടെ എന്റെ വേദനയിൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. തുടർന്ന് അവരെ ടെസ്റ്റുകളൊക്കെ നടത്തി. ഹല്ലേലൂയ. അപ്പോൾ നല്ലതായിട്ട് ഇൻഫെക്റ്റഡ് ആയി, പക്ഷെ അത് ബേസ്റ്റ് ആയിട്ടില്ലായിരുന്നു, പൊട്ടിയില്ലായിരുന്നു.
ഒട്ടുകയില്ലായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവിടെ വിടുവിക്കാനിടയായി. പെട്ടെന്ന് തന്നെ രാത്രിയിൽ എമർജൻസി ഒരു സർജറി ചെയ്തു. രാത്രിയിൽ തന്നെ എമർജൻസി സർജറി ചെയ്തു. സർജറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കർത്താവിന് സ്തോത്രം, എനിക്കറിയാം, ഒരു 6 മണിയായപ്പോഴത്തേക്ക് എന്നിലൊരു പുതപ്പ് വീണത് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നിലൊരു കൃപയുടെ പുതപ്പ്. ആരുടെയോ ഡിവൈസ് ഓപ്പൺ ആണേ, പ്ലീസ് അത് ആ ഓഡിയോ ഓഫ് ചെയ്യാമോ പ്ലീസ്? താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. കർത്താവിന് സ്തോത്രം, കൃപയുടെ പുതപ്പ്. എനിക്ക് വേദനയില്ല, ഇതിലൊരു വലിയൊരു അഭിഷേകത്തിന്റെ നിറവ് ഞാൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് സർജറിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഫീമെയിൽസിന് കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, മെയിലിന് കൂടെ സാർ പെട്ടെന്ന് തിരിച്ചു പോരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു ദൈവിക പദ്ധതി. സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കടന്നിരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ട് അറിയാതെ എന്നെ അങ്ങോട്ട് ചെന്നോട്ടെ, ഞാൻ അറിയാതെ പ്രൈസിലോട് അങ്ങ് പറഞ്ഞു പോയി. ആസ് യൂഷ്വൽ നമ്മൾ അങ്ങനെയല്ല ഇപ്പം വിഷ് ചെയ്യുന്ന എല്ലാവരോടും എപ്പോഴും അങ്ങനെ ആയതുകൊണ്ട് അറിയാതെ പ്രൈസിലോട് അങ്ങ് പറഞ്ഞു പോയി. ഈ 2 ഡോക്ടേഴ്സാണ് എന്നെ അങ്ങോട്ട് റിസീവ്, അവർ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി, ഇതാരാണ്. അപ്പൊ എന്നോട് ആ മനുഷ്യൻ ചോദിച്ചു, വാട്ട്സ് യുവർ ഗുഡ് നെയിം? ഞാൻ എൻ്റെ പേര് ചോദിച്ച് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, വാട്ട്സ് യുവർ ഗുഡ് നെയിം സർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അതൊരു ഒഡിയ. ഞാൻ ഒറീസയിലെ പല മിഷൻ ട്രിപ്പിനൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും എനിക്കൊരു ഏകദേശം ഒരു 10-20 ഒഡിയ സ്റ്റുഡൻസ് ഉണ്ട് വിവിധ ബൈബിൾ കോളേജുകളായിട്ട്. അപ്പൊ എനിക്ക് ഒഡിയ കുറച്ചൊക്കെ അറിയാം, ഒഡിയ ലാംഗ്വേജും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അദ്ദേഹം ഒരു ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഒഡീസ? അപ്പൊ ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി, മിനിസ്ട്രിയെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് ബാക്കിയുള്ള ഡോക്ടേഴ്സോട് വന്നൊരു 6 മെമ്പേഴ്സ് ഉള്ള ഡോക്ടർ ടീമാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ചോദിക്ക്, പ്രാർത്ഥിച്ചോട്ടെ, നീ ചോദിക്ക്, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അഭിഷേകത്തിൽ നിറഞ്ഞു പ്രാർത്ഥി. ഞാൻ ആ ഡോക്ടേഴ്സിനെ ചേർത്ത് നിർത്തി ഒന്ന് പ്രാർത്ഥിച്ചു. അവിടെ തന്നെ എനിക്ക് മനസ്സിലായി വിടുതലായെന്ന്. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് തന്നെ ആ സർജറി കഴിയുന്നു. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ തന്നെ റൂമിലേക്ക് കൊണ്ടുവരുന്നു. 2 ദിവസം കൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇനി ഞാൻ ദൈവം ചെയ്ത മിറക്കുകളുടെ കാര്യം പറയട്ടെ. ദൈവം നിങ്ങളെ ഒരു പ്രതിസന്ധിയിൽ വിട്ടാൽ ആ പ്രതിസന്ധിക്കകത്തൂടെ ചിലതിനേക്ക് കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്താനാ. വിശ്വസിക്കാവോ? അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 28 പേരുള്ള ഒരു വാർഡിലായിരുന്നു, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, 28 പേരുള്ള. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു ആലിസാൻഡി, ഐ തിങ്ക് ഷി ഹാസ് ജോയിൻഡ്. യെസ്, ആന്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. യെസ്, ആന്റി ഉണ്ട് അവിടെ. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുറിവെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആന്റിയെ കൊണ്ടുവന്ന് ഇപ്പൊ ദൈവാത്മാവിനോട് പറയാ, നീ ഇപ്പൊ ഇതൊക്കെ എണ്ണീറ്റിരുത്, ആ സൈഡിൽ ചെന്നിട്ട് ആ ആന്റിയുടെ അടുത്ത് ചെന്നിട്ട് പറ, ഏറ്റവും ദാനിയേലിനോട് പറഞ്ഞു, ഏറ്റവും പ്രിയ പുരുഷ, ധൈര്യപ്പെട്ടിരിക്കുക അടുത്ത് ചെന്ന് പറയാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പെതുക്കെ ഒരു സൈഡിൽ കൂടെ എഴുന്നേറ്റ് പെതുക്കെ നടന്ന് പിച്ച വെക്കുന്നോട്ട് നടന്ന് അവിടെ ചെന്നിട്ട് ആന്റിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ തൊട്ടതും എനിക്കറിയാം, ഭയങ്കര ദൈവ സാന്നിധ്യം. ഞാൻ പറഞ്ഞു, ആന്റി, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഏറ്റവും പ്രിയപ്പെട്ട ആന്റി, ധൈര്യപ്പെട്ടിരിക്കുക. അത് ആന്റിക്ക് ഭയങ്കര വിടുതലായി. ആന്റി അത് പിന്നെ എന്നോട് സാക്ഷ്യം പറയുവാനിടയെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ചില കാറ്റിനകത്തോട്ടൊക്കെ വിടുമ്പോ എന്ന് പറയട്ടെ, ചില പ്രശ്നത്തെ അപ്രതീക്ഷിതമായ ചില ഇഷ്യൂസിനകത്തോടൊക്കെ കയറ്റി വിടുമ്പോ, പെട്ടെന്നുള്ള ആക്സിഡൻസ്, പെട്ടെന്നുള്ളതായ അപകടങ്ങൾ, പെട്ടെന്നുള്ളതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പെട്ടെന്നുള്ള രോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ചില വാക്കുകൾ ആളുകൾ പറയുന്ന കേട്ട് നമ്മൾ പെട്ടെന്ന് തകർന്നു പോകും. അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് ആ ജോലി ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ കൂടുതൽ. എനിക്ക് ആ സൂപ്രണ്ടിനെ കാണുമ്പോഴേ പേടിയാണ്, ഞാൻ അങ്ങോട്ട് വളരെ പേടിച്ചൊക്കെ അതിലൂടെ ഒക്കെ പോകുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ആ ഓഫീസറെ കാണുമ്പോഴേ പേടിയാണ്, അവിടെ ജോലി ചെയ്യാൻ ഭയമാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്നെ അവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ യു സ്റ്റേ ദെയർ. കർത്താവിനറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് നിന്നെ എങ്ങനെ നടത്തണമെന്ന്. കരമുയർത്തുന്ന സ്തോത്രം പറയാവും. നീ ഇപ്പൊ നേരിടുന്ന ഏത് ചലഞ്ചാണെങ്കിലും അതിനകത്ത് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അപ്രതീക്ഷിതമായി വരുന്ന രോഗമാകട്ടെ, അപ്രതീക്ഷിതമായി വരുന്ന പ്രശ്നമാകട്ടെ, എന്റെ ഈ രോഗാവസ്ഥ നിപ്പിൽ, ഓ മൈ ഗോഡ്, എന്തൊരു ബ്ലെസ്സിങ് ആയിരുന്നു എന്നറിയാവോ. എനിക്കിപ്പോ 1 മാസം കഴിഞ്ഞ് ഒത്തിരി പേരോട് എനിക്കറിയാം. അതിനുശേഷം എന്റെ ശുശ്രൂഷയുടെ നിലവാരം, എന്റെ പ്രാർത്ഥനയുടെ നിലവാരം നേറി. ഹല്ലേലൂയ. അതിന് എന്നെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. കർത്താവിന് സ്തോത്രം. അത് ഇന്ന് രാവിലെ തൊട്ട് എന്നോട് സംസാരിക്കുന്ന ഒരു വിഷയമായി ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. 8ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കേട്ടോണേ. 8ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി നമ്മൾ പാസ്സായി. നമ്മൾ 9ാം ക്ലാസ്സിൽ കയറി. 8ലെ കണക്കല്ല 9.
9 കണക്ക് കുറച്ചുകൂടെ സീരിയസ് ആണ്. 8 സ്ട്രാറ്റജി പറ്റത്തില്ല 9 പഠിക്കാൻ. കുറച്ചുകൂടെ ആഴത്തിൽ പറയാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ +2 പാസ്സായി, ഡിഗ്രിക്ക് കയറി. അവിടെ നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട്സ് എല്ലാം തയ്യാറാക്കണം. അവിടെ 9ാം ക്ലാസ്സിലെ പരിപാടി ഒന്നും നടക്കത്തില്ല. കാരണം പരീക്ഷ എഴുതി പാസ്സായി അടുത്ത ലെവലിൽ കയറി കഴിഞ്ഞാൽ അടുത്ത കാര്യം ചെയ്യാൻ നിനക്കൊരു പ്രാപ്തി ദൈവം ഓൾറെഡി തന്നിട്ടുണ്ട്. യു ഹാവ് ടു യൂസ് യുവർ പൊട്ടൻഷ്യൽ ആൻഡ് കാലിബർ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന കാലിബറും നിന്റെ മേലുള്ള പൊട്ടൻഷ്യൽസും യു ഹാവ് ടു യൂസ് ഇറ്റ്. ഈ നിലവാരത്തിലോട്ട് കാഴ്ചപ്പാട്, അതാ പറഞ്ഞത്, നമ്മുടെ പെർസെപ്ഷൻസ് മാറ്റം ഉണ്ടാവണം. നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോസ്തലൻ പറയാ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനുള്ളത് ചിന്തിച്ചു, ശിശുവിനുള്ള കാഴ്ചപ്പാടേ ഉള്ളൂ. പക്ഷെ ഞാൻ മെച്ചൂർഡായി. വിശ്വസിക്കാവോ? വിശ്വാസത്തിനൊരു മെച്ചൂരിറ്റി, ദൈവസ്നേഹത്തിനൊരു മെച്ചൂരിറ്റി, സഹനത്തിനകത്തൊരു മെച്ചൂരിറ്റി, ക്രൂശിലെ സഹനത്തിനകത്തൊരു മെച്ചൂരിറ്റി, കഷ്ടതയ്ക്കകത്തൂടെ വരുന്ന മെച്ചൂരിറ്റി, സിദ്ധത പഠിപ്പിക്കുക. ഗ്ലോറി ടു ഗോഡ്. ആ മെച്ചൂരിറ്റിയുടെ ലെവല് കയറുമ്പോഴാണ് അടുത്ത തലത്തിലുള്ള അഭിഷേകവും ശുശ്രൂഷയും കിട്ടുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വളരെ ആഴത്തിൽ ദൈവാത്മാവ് വ്യക്തികളെ തൊട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രഹബോത്ത് മിനിസ്ട്രീസിനകത്തുള്ള ദൈവത്തിന്റെ പദ്ധതി അതാണ്. വ്യക്തികളെ തൊട്ട് ആഴത്തിൽ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയെ കണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന വിഷയങ്ങളെ കണ്ടോ, ഹല്ലേലൂയ, നിങ്ങൾ നേരിടുന്ന രോഗാനുഭവങ്ങളെ കണ്ടോ, നിരാശ പറയണ്ട. മറിച്ച് ഹി ഈസ് ദി ഓതർ ആൻഡ് ഹി ഈസ് ദ ഫിനിഷർ. ഹി ഓൺലി സ്റ്റാർട്ടഡ് ഇറ്റ്. വിശ്വാസത്തിന്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ്. അവിടെ ഏത് പ്രതിസന്ധി വന്നാലും അവൻ അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പറയാം. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, അപ്രതീക്ഷിതമായി വരുന്ന ചില പ്രതിസന്ധികൾ. അത് കണ്ട് നീ ഭയപ്പെടേണ്ട. ലേൺ ടു ബി സ്റ്റഡി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ടർബുലൻസസ്. അതിന്റെ എല്ലാം മധ്യത്തിൽ ചിലപ്പോൾ മണിക്കൂറുകൾ നീ തുഴയുക. ഇവരെ മണിക്കൂറുകളാ തുഴയുന്നത്. ബിക്കോസ് ഭയങ്കര ഓളവാ, കാറ്റും പ്രശ്നവും, അവർക്ക് തുഴയാൻ പറ്റുന്നില്ല. അവസാനം അവരാകെ കുഴഞ്ഞിട്ട് അവര് കണ്ടോ, 25-ാം വാക്യം, അടുത്ത് ചെന്നു, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു. ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ ചില എക്സ്ട്രീംസ് വരുമ്പം നമ്മൾ പറയും, ഓ ഫിനിഷ്ഡ്, മതി, ഇനി മുമ്പോട്ടൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ നിർത്തുക, എല്ലാ പരിപാടിയും കഴിഞ്ഞു. നോ, ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ്, ദാറ്റ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ വേ. അത് നിന്റെ അവസാനമല്ല, അതൊരു പുതിയ വഴിയുടെ തുടക്കമാണ്. എത്ര പേര് ഏറ്റെടുക്കും അത് നിന്റെ അവസാനമെന്ന് നിനക്കാ തോന്നിയത് അല്ല കുഞ്ഞെ. അവിടെ നീ ഒരു പുതിയതിലേക്ക് കയറുക. അവിടെ നിന്നിലൊരു പുതിയത് ആരംഭിക്കുകയാണ്, ഒരു ന്യൂ സ്റ്റാർട്ട് തുടങ്ങുകയാണ്. എലിയാവ് പറഞ്ഞു, മതി, ഫിനിഷ്ഡ്, എനിക്ക് മതി, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഓക്കെ, കർത്താവേ സ്തോത്രം, എന്നെ അങ്ങ് എടുത്തോണേ. മരിപ്പാൻ ഇച്ഛിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ, ഹല്ലേലൂയ, സ്വർഗീയ അടയുമായി അയച്ച് അവനെ ധൈര്യപ്പെടുത്തി. ആദ്യം ഒന്ന് കഴിച്ചപ്പോൾ പിന്നെയും കിടന്നുറങ്ങി. കർത്താവിന്റെ പദ്ധതി എങ്ങനെയെന്നറിയാവോ? ഈ ഉറങ്ങുകയാണല്ലോ, എന്നാ പിന്നെ ഇട്ടിട്ട് പോകാന്നല്ല. നോ, പിന്നെയും വിട്ടു. ബലപ്പെടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ദൂരയാത്ര. ഒന്നുകൂടെ പറയട്ടെ, ദൂരയാത്ര. പ്രതിസന്ധി കണ്ട ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞവന് ശുശ്രൂഷയുടെ നെക്സ്റ്റ് ലെവൽ അഭിഷേകം. ആ ഒറ്റ ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ ഒറ്റ യാത്ര അങ്ങോട്ട് തുടങ്ങി. 40 ദിവസത്തെ യാത്ര. ഒന്നുകൂടെ ഞാൻ പറയാം, 40 days. എന്താ ഒറ്റ ആഹാരത്തിന് ബലം? ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാം. ഇന്ന് കേൾക്കുന്ന മെസ്സേജ് നിന്റെ ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങളും ചില പുതിയ യാത്രകളും അതിന്റെ ചില പുതിയ നന്മകളിലേക്കും ശുശ്രൂഷയുടെ ആഴങ്ങൾ അതിനപ്പുറമായി ദൈവികമായി ചില ബോധ്യങ്ങളിലേക്കും ഉള്ളതാണെന്ന് ആഴത്തിൽ ദൈവാത്മാവ് സംസാരിക്കും. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ ഇതാ രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ. My journey is designed by God. എൻ്റെ യാത്ര, എൻ്റെ ജീവിതം ദൈവം ഡിസൈൻ ചെയ്തതാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്?
my life, my journey, my ministry, my family, my all kind of things, all the realms of my life is designed by God. ദൈവം ഡിസൈൻ ചെയ്തതായി എൻ്റെ ഫാമിലി. സ്വത്രം പറയാമോ? ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ നിന്റെ മക്കള് കാണത്തില്ല, നിന്റെ ഹസ്ബൻഡ് കാണത്തില്ല, നിന്റെ ഇൻലോസ് കാണത്തില്ല. അതൊന്നും കണ്ട് ഇപ്പൊ സ്ട്രഗിൾസിനെ നോക്കി ഓ റബ ലബസിക്കര ഹംദല റിബൽ കബവാരബ ദൈവാത്മാവിനോട് ഒരു 4 വരി പാടാൻ പറയുന്നു. നിന്നയെ നീ ഭയപ്പെടേണ്ട, ഘോരച്ചെങ്കടലിൻ മുൻപിലും നീട്ടുക നിൻ ഭുജം ധൈര്യമായി, പാത നിൻ മുൻപിൽ തുറക്കുമവൻ. നീട്ടുക നിൻ ഭുജം ധൈര്യമായി, പാത നിൻ മുൻപിൽ തുറക്കുമവൻ. ചില നിന്ന വാക്കുകൾ നിനക്കെതിരെ ഉയർന്ന ഹല്ലേലൂയ എന്തോ കാര്യങ്ങളാ ചെയ്തത്. നിന്റെ ഇതുവരെയുള്ള ശുശ്രൂഷയും നിന്റെ ഇതുവരെയുള്ള ജീവിതത്തെ പോലും മോശയുടെ മുൻപിൽ നിന്ന് ചോദ്യം ചെയ്ത് അവനെ മാനസികമായി തളർത്തി. അവൻ ദൈവത്തിന് മുൻപാകെ കരഞ്ഞതുപോലെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ വിശ്വാസത്തിന്റെ കരം നീട്ടുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ കലങ്ങി മറയുന്ന ചെങ്കടലിനെ നടുവിൽ കൂടി രാജകീയ പാതയൊരുക്കി, ഉണങ്ങിയ നിലമൊരുക്കി ഈ ലക്ഷക്കണക്കിന് ജനത്തെ അക്കരെ കടത്തക്കവണ്ണം മോശയെ ദൈവം ഉപയോഗിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ വല്ലാതെ നിന്നെ മാനസിക സംഘർഷത്തിലാക്കുന്ന വാക്കുകൾ പറയുന്ന ചിലതിന്മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ ചില പുതുവഴികൾ തുറക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായ ആലോചന പറയുന്നു. കാരണം ഹി ഈസ് ദ ഡിസൈനർ ഓഫ് യുവർ ലൈഫ്. ആൻഡ് ദിസ് ജേർണി ഓൾസോ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷങ്ങളും അക്കരയ്ക്ക് പോകുക അവര്. ഇത് കർത്താവിന്റെ പ്ലാനാ. കർത്താവിന്റെ പ്ലാനിനകത്ത് എന്തൊക്കെ വിഷയം വന്നാലും കർത്താവ് അതിനെ ഏബിളാ. കർത്താവ് നോക്കിക്കൊള്ളും, കർത്താവ് അത് ചെയ്തോളും. ഹല്ലേലൂയ. കാരണം അവനൊപ്പം പറയാൻ വേറെ ആരുമില്ല. അവൻ സർവശക്തന, സർവജ്ഞാനിയ, സർവവ്യാപിയ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന്. ഓ സ്തോത്രം. തേജോ ഗോളങ്ങളെ സൃഷ്ടിച്ചിട്ട് അതതിന്റെ സ്ഥാനത്താക്കി വെച്ച് ഒന്നും കൂട്ടിയിടിക്കാതെ, ഒന്നുകൂടെ ഞാൻ സ്തോത്രം പറയാം, ഇന്നും നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിക്കകത്ത് ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്വന്തം ഇത് എങ്ങും പോയി ഇടിച്ചില്ലല്ലോ എന്ന് ദൈവത്തിന് നന്ദി പറയാമോ? അതതിന്റെ ഭ്രമണപഥത്തിൽ അതത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ കോടിക്കണക്കിന് പൈസ ചെലവാക്കിയാണ് സ്പേസിലേക്ക് മനുഷ്യനെ വിട്ടത്. നമ്മൾ കണ്ടു നമ്മുടെ രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ അക്കംപ്ലിഷ് ചെയ്ത വലിയ ദൗത്യങ്ങൾ, മിഷൻസ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ കോടിക്കണക്കിന്. എന്നാൽ ഇന്ന് പകലൊന്ന് ദൈവത്തിന് നന്ദി പറ. ഈ തേജോ ഗോളങ്ങളെ ഉണ്ടാക്കിയ ക്രിസ്തു സകലതും അവൻ മുഖാന്തരം ഉളവാക്കപ്പെട്ടു. അവനെ കൂടാതെ ഒന്നും ഉളവായതില്ല. അവൻ എന്നിൽ വസിക്കുന്നു. കൊലോസ്യർ 1:27. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു. അവനെ എന്നിൽ വസിക്കുവാൻ ഓ സ്തോത്രം എനിക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു. എന്നാൽ അവൻ എന്നോടൊരു സ്നേഹമുണ്ടായി, എന്നോടൊരു കരുണയുണ്ടായി, എന്നെ തിരഞ്ഞെടുത്തു, എന്നിൽ വസിപ്പാനായി അവൻ തിരഞ്ഞെടുത്തു. ഓ സ്തോത്രം. ഇവിടെ ഇത് അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുക. നിനക്ക് നേരിടുന്ന, അപ്പൊ നിന്റെ ജീവിതം ദൈവം ഡിസൈൻ ചെയ്തതാണെങ്കിൽ നിന്റെ ചുറ്റുപാടുമുള്ള ആളുകളെയും ദൈവം ഡിസൈൻ ചെയ്തതാണ്. ഉൾക്കൊള്ളാമോ? ഏറ്റെടുക്കാമോ അതൂത്? അത് രണ്ടാനമ്മയാണെങ്കിലും രണ്ടാനപ്പനാണെങ്കിലും അമ്മായിയമ്മയാണെങ്കിലും അമ്മായിയപ്പനാണെങ്കിലും സ്വസ്ഥത തരാത്ത വീട്ടുകാരാണെങ്കിലും അയൽക്കാരാണെങ്കിലും ഓഫീസാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും that is also designed by God. ഏറ്റെടുക്കാവോ? എന്തിനാ ദൈവം അത് അനുവദിച്ചേ? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ടു മേക്ക് മീ സ്ട്രോങ്. എന്നെ ഒന്ന് ബലപ്പെടുത്തി കൊണ്ടുവരണം ദൈവത്തിന്. എന്നെ ഒന്ന് ബലപ്പെടുത്തി കൊണ്ടുവരണം. വീട്ടിനകത്തുനിന്നും കുറച്ചുകൂടി ദൈവാത്മാവ് എന്നോട് അങ്ങ് ആഴത്തിൽ ഇടപെടാൻ പറയുക. വീട്ടിനകത്തുനിന്നും ദാവീദിനെ
ബാക്കിയുള്ള ചേട്ടന്മാരെല്ലാം നല്ല ആരോഗ്യം, ദൃഢബലത്തോടെ വളരെ ഈ ദാവീദിനെ ഒന്ന് ഇച്ചിരൂടെ ഞാൻ ആഴത്തിൽ പറഞ്ഞാൽ ഒന്ന് അവഗണിച്ചെന്ന് തന്നെ പറയാം. അദ്ദേഹം അങ്ങ് വനത്തിനകത്ത, കാട്ടില. പക്ഷേ ശൗലിന്റെ പടയാളികളായ ഇവർക്കില്ലാത്ത ബലവും കൃപയും ഉൾക്കരുത്തും കാട്ടിക്കിടക്കുന്ന കൊച്ചിനുണ്ട്. എങ്ങനെ? ഇവിടെ ഇവര് പടയങ്കിയൊക്കെ ധരിച്ച് ഇവര് പരിചയും വാളും ഒക്കെ പിടിച്ചു നിൽക്കുമ്പോൾ അവിടെ അവൻ അഭിഷേകത്തിന് നിറവിൽ ഒരിക്കലൊരു കരുടയും ഒരിക്കലൊരു സിംഹവും അവന്റെ ആടിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അതിന്റെ പുറകെ ചെന്ന് അതിന്റെ വായെ വലിച്ചു കീറി അതിനകത്തു നിന്നും തന്റെ ആടിനെ രക്ഷിച്ചപ്പോൾ ദൈവത്തിനറിയാം ഇവൻ ഇങ്ങനൊരു അനോയിൻമെന്റ്, ഇവൻ ഇങ്ങനൊരു ശുശ്രൂഷ കൊടുത്തെങ്കിലേ വലിയ മല്ലനായ ഗോലിയാത്തിന്റെ തിരുനെറ്റിക്ക് തന്നെ പ്രഹരമേൽപ്പിക്കുവാൻ കഴിയത്തക്കവണ്ണമുള്ള ഒരു അഭിഷേകം അവന് വ്യാപരിപ്പിക്കണം. ഞാൻ കുറച്ചുകൂടെ ആഴത്തിൽ ഒന്നുകൂടെ പറയാം, ക്ലിയർ ആക്കി പറയാം. നിന്നെ ആരെങ്കിലും അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? നിന്നെ ആരെങ്കിലും മാറ്റി നിർത്തിയോ? നിനക്കുള്ള ചാൻസസ് ആരെങ്കിലും മാറ്റിക്കളഞ്ഞോ? ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? രക്ഷപ്പെട്ടു. ആരെങ്കിലും നിന്റെ വഴി അടച്ചോ? രക്ഷപ്പെട്ടു. കാരണം ദൈവം വേറെ ചില പുതിയ തുറക്കുക. എത്ര പേർ അത് ദൂത ഏറ്റെടുക്കും? കരമടിച്ചൊന്ന് ഏറ്റെടുക്കാമോ ആ ദൂതിനെ? ദൈവത്തിന് സ്വന്തം. God is going to open some new doors for you. ഹല്ലേലൂയ. ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് വഴികൾ അപ്പൻ തുറന്നാൽ അത് അടയ്ക്കുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ആ സമയത്ത് എനിക്കത് എപ്പോഴും, ഇന്നലെ ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ആ ടൈമിലാണ് ഇശ്ശായി ദാവീദിനെ വിളിച്ചിട്ട് ഈ അസൈൻമെന്റ് കൊടുക്കുക, നീ പോയിട്ട് ഇത് ചേട്ടന്മാർക്ക് കൊണ്ട് കൊടുത്തേ. ആ ടൈമിങ്ങിലാ അവിടെ ചെല്ലുമ്പോഴാണ് ഇവിടെ ഭയങ്കര ബഹളവും ഇതൊക്കെ കേൾക്കുന്നു. രാജാവ് അങ്ങ് കൊട്ടാരത്തിൽ ഇരിക്കുന്നു, ഇവര് മുമ്പോട്ട് പോകും, മല്ലൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവര് പുറകോട്ട് ഓടും. ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ സീക്വൻസ്, ഇറ്റ് ഇസ് ഹാപ്പനിങ് അഗൈൻ ആൻഡ് അഗൈൻ. മലൻ ഇങ്ങോട്ട് വരുന്നു, ഇവരങ്ങോട്ട് പോകുന്നു, ഇവരങ്ങോട്ട് ചെല്ലുന്നു, മലൻ ഇങ്ങോട്ട് വരുന്നു. ഒന്നും സംഭവിക്കുന്നില്ല വെല്ലുവിളിയല്ലാതെ. അവിടുന്ന് അവനങ്ങോട്ടും എന്റെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ ആ മല്ലൻ ദുഷിക്കുന്നത് കേട്ടപ്പോൾ ദൈവത്തിന്റെ രാജകീയ അഭിഷേകം വീണവന് പിന്നെ അവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. വല്ലോ മനസ്സിലായോ? രാജകീയ അഭിഷേകം വീണവന് ഹല്ലേലൂയ തന്റെ ദൈവനാമം ദുഷിക്കപ്പെടുന്നത് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ചിലരോടൊക്കെ ചോദിക്കട്ടെ, രാജകീയ അഭിഷേകം നിന്റെ മേൽ വീണിരിക്കെ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ കയറി വരാമോ? ദൈവനാമത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ കഴിയുമോ? ചിലതിനെയൊക്കെ ഹല്ലേലൂയ ചിലതിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുവാൻ പ്രമീള റോസ് ദൈവാത്മാവ് വ്യക്തിപരമായി ചോദിക്കുന്നു. ചിലതിനെയൊക്കെ ഒന്ന് വലിച്ചെടുക്കത്തക്കവണ്ണം ആ അഭിഷേകം വീണ ദൈവദാസി ഈ ദിവസങ്ങളിൽ ഒരുങ്ങി പുറത്തു വരണം. പുറത്തു വന്ന് ചിലതിനെയൊക്കെ ഒന്ന് വലിച്ചു മാറ്റണം. വല്ലാതെ ഞെരുങ്ങിയും തകർന്നും പോയ ജീവിതങ്ങളെ വിടുവിച്ചെടുക്കുവാൻ ഹല്ലേലൂയ നിന്റെ മേൽ ഒരു അഭിഷേകം പകർന്നിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ അതിനായി ഒരുക്കപ്പെടുവാൻ ദൈവാത്മാവ് ആലോചന പറയാം. അഭിഷേകം വീണവൻ ഹല്ലേലൂയ ദൈവനാമം ദുഷിക്കുന്ന വെല്ലുവിളി കേട്ടപ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഓടി, ദൈവത്തിന്റെ സ്തോത്രം, ഓടി. ഹല്ലേലൂയ ഞാൻ എപ്പോഴും ആ ഒരു കാര്യം ഒന്ന് ചിന്തിക്കും, എന്തോ ഒരു ടോളസ്റ്റ് മാനാ, എന്തോ സ്ട്രോങ്ങസ്റ്റ് മാനാണ് ഈ മനുഷ്യൻ. എന്നാൽ ഈ കൊച്ചു പയ്യൻ ഓടി 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 അവിടെ പോയി മിനുസമുള്ളത് ചിലത് പറക്കിയെടുക്കുകയാണ്. അവനറിയാവുന്ന വേറെ ടെക്നിക്കൊന്നുമില്ല. ഹല്ലേലൂയ പടയങ്കിയും ഹല്ലേലൂയ ശൗലിന്റെ വലിയ സംഭവം ഇടാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല, ഇതൊന്നും വേണ്ട. രാജകീയ അഭിഷേകം വീണവന് ലോകത്തിന്റെ സ്ട്രാറ്റജിയും ലോകത്തിന്റെ പ്രോഗ്രാമും അല്ല വേണ്ടത്, ദൈവത്തിന്റെ നിയോഗമാണ് വേണ്ടത്. ഏറ്റെടുക്കാമോ? ദൈവത്തിന്റെ നിയോഗത്തോടെ നീ മുമ്പോട്ട് പോയാൽ ഹല്ലേലൂയ ദൈവനാമം ദുഷിക്കപ്പെടുന്ന വിഷയത്തിന് രാജ്യത്തിനും നിന്റെ കുടുംബത്തിനും നിന്റെ ശുശ്രൂഷയ്ക്കും ദൈവ വേലയ്ക്കും തടസ്സമായി നിൽക്കുന്ന ചിലതിനെ തകർക്കത്തക്കവണ്ണ ഒരു അഭിഷേകത്തിന്റെ ആഴം നിന്റെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വലിയ ശക്തമായ വിടുതലകളാണ് സംഭവിച്ചത്. അവിടെ മഹത്വം വെളിപ്പെടുവാനിടയായി.
ഓ സ്തോത്രം. ആരോഗ്യ ദൃഢഗാത്രരായ ചേട്ടന്മാർ മാറി നിന്നപ്പോൾ ഒന്നിനും കഴിവും ബലവും പ്രാപ്തിയും ഒന്നും പറയാനില്ലാത്ത, ഒരു യുദ്ധവും അഭ്യസിക്കാത്ത ആ വനത്തിൽ കിടന്നവനെ കൊണ്ടുവന്ന ദൈവം ഇത്രയും ചെയ്തെടുത്തു. ഹല്ലേലൂയ. തുടർന്ന് എന്താണെന്നറിയാമോ? അവനെ കൊണ്ടുവന്ന രാജകീയ അഭിഷേകം ആ രാജകീയ സിംഹാസനത്തിൽ തന്നെ ഇരുത്തി. ഹല്ലേലൂയ. അതാ ഞാൻ പറയുന്നത്, കരടിയെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, സിംഹത്തെ കണ്ടപ്പോൾ ദാവീദ് ചോദിച്ചു കാണും ഹൃദയത്തിൽ, എന്റെ ദൈവമേ, ഈ എന്റെ വലിയ മിടുക്കന്മാരായ ചേട്ടന്മാര് അവരൊക്കെ ഉണ്ടായിട്ടും ഈ കൊച്ചു മനുഷ്യനായ എന്നെ എന്തിനാ അപ്പൻ ഈ കാട്ടിലോട്ട് പറഞ്ഞു വിട്ടെ? ഹലോ, നിന്നെ അവിടെ ആക്കിയതിന് ഒരു ഡിസൈനർ ഉണ്ട് കേട്ടോ. നിന്നെ ഒന്ന് ബലപ്പെടുത്തി എടുക്കണം. നിന്റെ കരങ്ങളെ, നിന്റെ കാലുകളെ, നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ആത്മാവിൽ ഒരു പുതിയ കൃപയോടെ ശക്തമായി നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയാ. ഓ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ ഇതാ our journey, their journey is designed by God. അവനാ പടകിലുള്ളത്. സൃഷ്ടിച്ചവൻ, രൂപകൽപ്പന ചെയ്തവൻ പടകിൽ ഉറങ്ങുകയാണ്. അവർ കർത്താവിനെ ഹല്ലേലൂയ ഉണർത്തുകയാണ്. അവർ പറഞ്ഞ എന്നാന്നറിയാം, ആ ഒരു വാക്ക് കേട്ടോ, ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നു, ഇനി രക്ഷയില്ല, മരിക്കാൻ പോവാ. ഇത് തന്നെയായിരുന്നു മറ്റിടത്ത്. മനസ്സിലായോ? കാരാഗൃഹ പ്രമാണി പുള്ളി ഓർത്തു എല്ലാം തീർന്നു, എന്റെ ജോലി പോവും, അയ്യോ ഞാൻ പോവാ. പെട്ടെന്ന് പുള്ളി വാളൂരി സ്വയം കൊല്ലാൻ നോക്കുക. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ പുള്ളി സ്വയം കൊല്ലാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതേ ഉള്ളൂ മനുഷ്യനെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഉടനെ അത് എല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളത്. അത് പൈശാചികമാകട്ടോ. ദൈവികമായ ചിന്ത എന്നറിയാം. വി വിൽ ഗോ ഫോർവേഡ്, മൂവ് ഫോർവേഡ്. പറഞ്ഞ് കരമുയർത്തി പറഞ്ഞ്, ഞാൻ മുൻപോട്ട് പോകും, എൻ്റെ കുടുംബം മുമ്പോട്ട് പോകും, എൻ്റെ ജീവിതം മുമ്പോട്ട് പോകും, എൻ്റെ ശുശ്രൂഷ മുമ്പോട്ട് പോകും. ഞാൻ പിന്മാറാനുള്ളവനല്ല, ഞാൻ മുന്നേറും, ഞാൻ മുന്നേറും. ഹല്ലേലൂയ. ശക്തമായി മുന്നേറുക തന്നെ ചെയ്യും. കാരണം എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തമായ ആത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വ്യാപരിക്കുമ്പോൾ അസാധ്യതകളെ കണ്ട് ഭയപ്പെട്ട് നിൽക്കത്തില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം മുന്നേറുക തന്നെ ചെയ്യും. ഞാൻ ഇന്ന് വായിച്ച ഒരു ഓട്ടോഗ്രഫി ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ PS ശാമുവേൽ റായ്പൂരിന്റെ ഒരു ആത്മകഥ, ഹല്ലേലൂയ, തന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ വായിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു ശക്തമായ സന്ദേശമാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ദൈവനാമത്തിൽ ഉപയോഗിക്കപ്പെട്ട ദൈവ മനുഷ്യരുടെയൊക്കെ പുസ്തകങ്ങൾ, അവരുടെ ആത്മകഥകളൊക്കെ നിങ്ങൾക്ക് എവിടുന്നേലും കിട്ടുകയാണെങ്കിൽ ബയോഗ്രഫീസ് ഒക്കെ എടുത്ത് വായിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ നിരാശപ്പെട്ടും തകർന്നും ഇരിക്കരുത്. അവരൊക്കെ എന്ത് സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോയെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ഞാൻ ഒരെണ്ണം വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. താൻ ഒരു പുതിയ സ്ഥലത്തേക്ക് പ്രവർത്തനത്തിനായി പോയി. ഹല്ലേലൂയ. ഭയങ്കര അന്ധകാര വിഷയങ്ങൾ. ഹല്ലേലൂയ. തനിക്ക് നിൽക്കാൻ വയ്യത്തില്ല. താൻ ഒറ്റയ്ക്ക് പോവുകയാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോകുക. കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. പോകുന്ന സമയത്ത് തനിക്കറിയാം തൻ്റെ ചുറ്റിനും നിന്ന് ഇതിങ്ങനെ അങ്ങ് വലിയ കാറ്റുണ്ടാക്കുന്നു, മരങ്ങളെ ഒടിച്ചിടുന്നു, മരങ്ങളുടെ മേലിരുന്ന്. പക്ഷെ തനിക്ക് ചുറ്റും ഒരു ഓറ എന്ന് പറഞ്ഞാൽ തനിക്ക് ചുറ്റും ഒരു ദൈവകൃപയുടെ വലയം. ദുഷ്ടൻ തൊടാതെ, ശത്രു കാണാതെ, അവിടെ ഇവിടെയും മരങ്ങൾ ഒടിയപ്പെടുന്നു, അവിടെ ഇവിടെയും കാറ്റടിക്കുന്നു, മഴ അവിടെ ഇടിക്കുന്നു, അവിടെ ഇടിവെട്ടുന്നു. പക്ഷെ തനിക്ക് ചുറ്റിനും ദൂത സഞ്ചയത്തെ ഈ മനുഷ്യൻ കാണുവാനിടയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കാനാണെങ്കിൽ, പ്രതീക്ഷ വെക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മുഴുവൻ അപ്പന്റെ വാഗ്ദത്തമാണ്. ഇതങ്ങോട്ട് കയ്യിലോട്ട് എടുത്തിട്ട് പറ, ഇത് മുഴുവൻ എൻ്റെ അപ്പൻ എനിക്ക് തന്ന പ്രോമിസാ. ഈ പ്രോമിസ് എന്നെ നിലനിർത്തും. പറ, ഈ വാഗ്ദത്തം എന്നെ നിലനിർത്തും. മനുഷ്യർ പറയുന്ന നിരാശയുടെ വാക്കുകൾ, മനുഷ്യർ നിന്നെ പറ്റി പറഞ്ഞ വാക്കുകളല്ല നിന്നെ മുൻപോട്ട് പോകുന്നത്. അപ്പൻ പറഞ്ഞ വാഗ്ദത്തം. ഈ ആകാശം മാറിപ്പോയാലും, ഈ ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത അവന്റെ വചനം അതെന്നിൽ നിറവേറും, എൻ്റെ ജീവിതത്തിൽ നിറവേറും. കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങിയിട്ട് ഹല്ലേലൂയ ഏകദേശം 33 വർഷങ്ങളായി. അനുഭവിച്ചിട്ടാ പറയുന്നത്. കൊച്ചു സ്കൂളിൽ പഠിച്ച സമയത്ത് കർത്താവിന്റെ വേല ചെയ്തു തുടങ്ങി. ഒരു കോൺവെന്റ് സ്കൂളിലായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു കർത്താവിന്റെ വേല ചെയ്യണമെന്ന് പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തതല്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഹോസ്റ്റലിൽ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ, എൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ 1-2 പേരായിട്ടൊക്കെ ജോയിൻ ചെയ്ത് അതൊരു വലിയ പ്രയർ ഗ്രൂപ്പായി അവിടെ അങ്ങ് പ്രാർത്ഥന തുടങ്ങിയതാ. 5 വർഷക്കാലം കോളേജ് കാലഘട്ടത്തിൽ ICPF ചേർന്ന് കർത്താവിന്റെ വേല ചെയ്തു. 15-ാമത്തെ വയസ്സിൽ തൊട്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങി.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ദീർഘവർഷങ്ങളായി വിവിധ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നു, മിഷണറി ആയിട്ട് പോകുന്നു. കർത്താവ് അയക്കുന്നിടത്തൊക്കെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇന്നലകളെ നോക്കി, നിങ്ങളുടെ പരാജയങ്ങളെ നോക്കി കമന്റ് പറയുന്നവരുടെ ഹല്ലേലൂയ കമന്റും കേട്ട് കരഞ്ഞും വിളിച്ചു ഇരിക്കാതെ, നിന്റെ ഭാവിയെ കുറിച്ച് പ്രോമിസ് തന്നിരിക്കുന്ന അപ്പന്റെ അടുത്ത് കയറി ചെന്ന ഈ വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കി മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ആലോചന വിളിച്ചു പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ അനുഭവിച്ചിട്ടാ പറയുന്നത്. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. തലമുറകളെ നോക്കി ടീച്ചർമാരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവൻ എവിടെ എത്തത്തില്ലെന്ന് പറയുന്നുണ്ടോ? ഇവളെവിടെ എത്തത്തില്ലെന്ന് പറയുന്നുണ്ടോ? നീ രക്ഷപ്പെട്ടു. നിന്റെ കുഞ്ഞ് ദൈവത്തിന്റെ ആയതുകൊണ്ട് മനുഷ്യൻ പറയുന്നതിനല്ല കണക്ക്, ദൈവം പറയുന്നതിനാ കണക്ക്. ദൈവം പറയുന്നതിനാ കണക്ക്. ദൈവം പറയുന്നത് സംഭവിക്കും. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുക, അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക. ഹല്ലേലൂയ. ഇനി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവം വെച്ചിരിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിനകത്തൂടെ എന്നെ ജയത്തോടെ കൊണ്ടുവരുത്തുവാൻ എന്റെ ദൈവം ശക്തനാ. വിശ്വസിക്കാവോ? ഏത് കാറ്റാകട്ടെ, ഏത് വിഷയമാകട്ടെ, ഏത് വലിയ ഉത്തരവാദിത്വം തന്നോട്ടെ, ദൈവത്തിന് സ്തോത്രം പറയാമോ? ഞാൻ നിങ്ങളോട് തിയോളജിക്കൽ അല്ലെങ്കിൽ ബിബ്ലിക്കൽ അല്ലെങ്കിലും എന്നെ വളരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ രാഷ്ട്രപതി. അവർ ടീച്ചറായിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ചു, തന്റെ കുഞ്ഞുങ്ങൾ മരിച്ചു. കേട്ടോണേ, ഭർത്താവ് മരിച്ചു, മക്കള് മരിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ സന്താൽ ഗോത്രവർഗക്കാരിയാണ് ഒറീസയിലെ. ഹല്ലേലൂയ. അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി തന്റെ ബാക്കിയുള്ളവരെ പോലൊക്കെ ആ സഹോദരിക്കും ഒതുങ്ങി പോകാമായിരുന്നു. എന്നാൽ അവൾ അതിനപ്പുറമായി തനിക്ക് മുൻപിലുള്ള സാധ്യതകളെ കണ്ടപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലേക്ക് ഉയർന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അകത്തിരിക്കുന്ന, ക്രിസ്തു വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളായ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സാധ്യതകൾ വലിയതാ. തിരിച്ചറിയുന്നുണ്ടോ? വർഷങ്ങൾ കടന്നുപോയി, എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പറയുക, തുടങ്ങ. വചനം വായിച്ചു തുടങ്ങ, പഠിച്ചു തുടങ്ങ. നിന്റെ ഹൃദയത്തിൽ, നിന്റെ തലച്ചോറിൽ വചനം നിറയട്ടെ. നിന്റെ ഹൃദയത്തിൽ വചനം നിറയട്ടെ. നിന്റെ കണ്ണുകളിൽ, നിന്റെ കാതുകളിൽ, നിന്റെ ചെവികളിൽ, നിന്റെ ശരീരത്തിന്റെ എല്ലാ സെൽസിലും വചനത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. സ്തോത്രം. അവിടെ എന്റെ ഉത്തരവാദിത്വം എന്റെ പ്രതിസന്ധിയെ മറികടക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അടുത്തത് പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, the problems will make us to discipline our life. പ്രതിസന്ധി നമ്മുടെ ജീവിതത്തെ ഒന്ന് അച്ചടക്കമുള്ളതാക്കും. എത്ര പേർ അത് ഏറ്റെടുക്കും? അച്ചടക്കമില്ലാത്ത, ഹല്ലേലൂയ, വല്ലാതെ അവിടെ ഇവിടെയൊക്കെ തൂകിപ്പോകുന്ന, അവിടെ ഇവിടെയൊക്കെ തുളുമ്പിപ്പോകുന്ന, അവിടെ ഇവിടെയൊക്കെ ഹല്ലേലൂയ പലപ്പോഴും സങ്കടവും പറഞ്ഞ്, നിരാശയും പറഞ്ഞ്, വിഷമവും പറഞ്ഞ്, ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന പരിപാടിയെല്ലാം മാറും. യു വിൽ കോൺസെൻട്രേറ്റ് ഓൺ ക്രൈസ്റ്റ്. വെറുതെ ഫോൺ വിളിച്ച് സമയം കളയത്തില്ല, വെറുതെ സോഷ്യൽ മീഡിയ നോക്കി സമയം കളയത്തില്ല. ബൈബിളും എടുത്ത് ദൈവസന്നിധിയിരിക്കും, പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഡിസിപ്ലിൻ ചെയ്യും. ചിട്ടയായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകാൻ തുടങ്ങും, ചിട്ടയായ വചനധ്യാനം ഉണ്ടാകാൻ തുടങ്ങും, ചിട്ടയായ ഈവൻ ഫുഡ് സ്ട്രക്ചർ പോലും മാറും. സ്വത്രം പറയാവോ? ടെൻഷൻ വന്ന് അവിടെയും കുറെ കഴിച്ച് അതും കുറെ കഴിച്ച് അസിഡിറ്റി ഉണ്ടാക്കി അസുഖം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ മാറ്റിയിട്ട് എല്ലാ മേഖലയും ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും. വിശ്വസിക്കാവോ? ഒരുപക്ഷെ ഇങ്ങനെയൊന്നും പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് അങ്ങനെ പറയുകയാണ്, നിന്നെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇഷ്യൂസ് വന്നേക്കുന്നത്. ഡിസിപ്ലിൻ അത് നമ്മളെ അങ്ങനെ കൊണ്ടുവരും. ഹല്ലേലൂയ. The challenges will make me to discipline my life. ഇവിടെ അവര് ഹല്ലേലൂയ അവരുടെ പ്രശ്നങ്ങളെ കഴിഞ്ഞ് കർത്താവ് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഒറ്റ വാക്ക അല്പവിശ്വാസികളെ അവർ ഡിസിപ്ലിൻ ചെയ്യുക. കർത്താവ് അവർ ഇതുവരെ കണ്ട അത്ഭുത പ്രവൃത്തികൾ എല്ലാവരും മറന്നുപോയി, ഇതുവരെ കണ്ട ദൈവിക മഹത്വങ്ങൾ എല്ലാവരും മറന്നുപോയി. അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എഴുതിക്കോ, മൈ ജീസസ് ഈസ് ദി ഡിസൈനർ ഓഫ് ദി വിൻഡ് ആൻഡ് ദി സീ. ഏത് കാറ്റിന്റെയും ഏത് കടലിന്റെയും ഡിസൈനർ കർത്താവാണ്. അടുത്തത്,
ഹി ഈസ് ദി മാസ്റ്റർ. ഹി ഈസ് ദ മാസ്റ്റർ ഓഫ് ദ നാച്ചുറൽ പവേഴ്സ്. ഏത് പ്രകൃതി ശക്തികളുടെ മേലും അധികാരമുള്ളവനായ എൻ്റെ കർത്താവ്. ഏത് പ്രകൃതി ശക്തികളുടെ മേലും അധികാരമുള്ളവനാ എൻ്റെ കർത്താവ്. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 27-ാം വാക്യം. അപ്പോൾ ആ മനുഷ്യർ അതിശയിച്ചു, ഓ, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറയട്ടെ, ആഴത്തിൽ ഒന്നുകൂടെ ഗ്രഹിക്കാൻ ഞാൻ പറയട്ടെ. ചില പ്രതിസന്ധി ജീവിതത്തിൽ കൂടി കടത്തിവിടുന്നത് നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തിന് പുതുക്കം തരാനാണ്. കുറച്ചുകൂടെ ആഴത്തിൽ പറയട്ടെ, എഴുതി വെക്കുന്നവർക്ക് എഴുതി വെച്ചോ. ഇങ്ങനെയുള്ള ചില അപ്രതീക്ഷിത വിഷയങ്ങൾ കയറി വരുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം, നിന്റെ പെർസെപ്ഷൻസ്, നിന്റെ ധാരണകൾക്ക് ഒരാഴം നൽകാനാ, ഒന്ന് മൂർച്ചയുള്ളതാക്കാനാ. അങ്ങനെ മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവർ പറയുകയാണ്, ഇവൻ എങ്ങനെയുള്ളവൻ. അവർ അതിശയിച്ചു പോയി. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പ്രകൃതി ശക്തികളെ ശാസിച്ചുകൊണ്ട് തൻ്റെ അധികാരം അവരുടെ മുൻപാകെ വെളിപ്പെടുത്തുകയാണ്. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഈ കർത്താവാണ് ഇന്ന് നമ്മെ ഒന്നിച്ച് രഹബോത്ത് മിനിസ്ട്രീസിന്റെ കൂട്ടത്തിൽ ഹല്ലേലൂയ ഇവിടെ ഒന്നിച്ചിരുത്തിയേക്കുന്നത്. ഈ കർത്താവിന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളോട്. നിങ്ങൾ വിശ്വസിക്കുവോ? നിങ്ങൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഈ കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഏത് കാറ്റ് വന്നോട്ടെ, ഏത് വിഷയം വന്നോട്ടെ, കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. എൻ്റെ പ്രിയപ്പെട്ട പ്രസിൻ സിസ്റ്ററിനായിട്ട് സ്തോത്രം. പ്രിയ ജോസ് പാസ്റ്റർ പറഞ്ഞ ഒരു സാക്ഷ്യം എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തി. എനിക്ക് കോവിഡ് വന്നു. ഹല്ലേലൂയ. കഠിനമായ മരണം, ഓൾമോസ്റ്റ് മരിച്ചു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില്ല, ഓൾമോസ്റ്റ് മരിച്ചു. പക്ഷെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നു. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ അനേകായിരങ്ങളുടെ മുൻപിൽ പ്രസ്താവിക്കുവാൻ, ജീവനുള്ള സാക്ഷിയായി നിൽക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹമാണെന്നറിയാമോ? യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാൻ ഓടും. പാടാമോ? യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാൻ ഓടും. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാൻ ഓടും. താഴാതവൻ കരം താങ്ങും, ചേരുകിലവൻ പാദം ചേരും. താഴാതവൻ കരം താങ്ങും, ചേരുകിലവൻ പാദം ചേരും. തിരകളെ കണ്ടു ഭയപ്പെടാനല്ല, തിരകളുടെ മീതെ നടന്നു വരുന്ന കർത്താവിനെ കണ്ട് അവന്റെ കരം പിടിച്ച് തിരകളെ ചവിട്ടി മുന്നേറുവാൻ ഉള്ള അഭിഷേകം ദൈവം തന്നിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ വാഗ്ദത്ത വചനങ്ങൾ എത്ര പേർ ഏറ്റെടുക്കും? ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? ദൈവസന്നിധി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഈ ജൂലൈ മാസം 4 വരെ ഉണ്ടായിരുന്ന അനുഭവം അല്ല കർത്താവെ, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ പുതിയ തുടക്കത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാഴ്ചപ്പാടുകൾ ഇനി ഞാൻ കുറ്റം പറയത്തില്ല, ഇനി ഞാൻ സങ്കടപ്പെട്ടിരിക്കത്തില്ല. എനിക്കിത് വന്നല്ലോ, എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ കർത്താവേ, എൻ്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജോലി ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഹല്ലേലൂയ, എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇതൊന്നും പറഞ്ഞ് ഞാൻ നിൽക്കത്തില്ല, മറിച്ച് ഞാൻ മുന്നേറും. എന്നെ ശക്തനാക്കുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അവൻ വാതിൽ തുറക്കും. ഓ സ്തോത്രം, 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 സ്തോത്രം. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവന്റെ മഹത്വം എന്നിൽ വെളിപ്പെടും. കാരണം എന്നിൽ വ്യാപരിക്കുന്നത് ഹിസ് പ്ലറോമ, അവന്റെ നിറവാണ്. അവന്റെ നിറവ് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ പകർന്നിരിക്കുക. എന്തിനുള്ള കൃപ? കുറച്ചുകൂടെ ആഴത്തിൽ ഞാൻ പറയട്ടെ. എന്തിനുള്ള കൃപ? നെഗറ്റീവ് പറയാതിരിക്കാനുള്ള കൃപ. എന്തിനുള്ള കൃപ? കുറ്റം പറയാതിരിക്കാനുള്ള കൃപ. എന്തിനുള്ള കൃപ? പ്രതീക്ഷയുള്ള, പ്രത്യാശയുള്ള വാക്കുകൾ മാത്രം പറയാനുള്ള കൃപ.
എന്തിനുള്ള കൃപ? ആളുകളെ സ്നേഹിക്കാനുള്ള കൃപ. എന്തിനുള്ള കൃപ? കുറച്ചുകൂടെ ആഴത്തിൽ ശത്രുവിനെ സ്നേഹിക്കാനുള്ള കൃപ. നിനക്കിട്ട് സ്ഥിരം പണിയുന്നവനെ ചേർത്ത് നിർത്താനുള്ള കൃപ. എന്തിനുള്ള കൃപ? കാലിന്റെ ചുവട്ടിലെ മണ്ണ് വലിച്ചോണ്ട പോകുന്നതിനെ സ്നേഹിക്കാനുള്ള കൃപ. പറ്റുമോ? അതാ നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകം. അതാ നമ്മിൽ പകർന്നിരിക്കുന്ന കൃപ. നമ്മുടെ അവസരങ്ങളെ കളയുന്നവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ, കാര്യം കൂടാതെ നമുക്കെതിരെ ആളുകൾ സംസാരിക്കുമ്പോൾ പ്രതികരിക്കാതെ പ്രാർത്ഥനാ മുറിയിലേക്ക് പിൻവാങ്ങുവാനുള്ള കൃപ. പ്രതികരിക്കാതെ പ്രാർത്ഥനാ മുറിയിലേക്ക് പിൻവാങ്ങുവാനുള്ള കൃപ. യേശു കർത്താവിനെ നോക്കി പല കമന്റ്സും അവർ പറഞ്ഞു. എന്തെല്ലാം പറഞ്ഞെന്നറിയാം? ശുശ്രൂഷയെ നോക്കി കമന്റ് പറഞ്ഞു. ഭൂതങ്ങളുടെ തലവനെ കൊണ്ടായി ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയും തകർക്കാൻ നോക്കി ശാസ്ത്രിമാർ, പരീശന്മാർ, ഹല്ലേലൂയ, യഹൂദന്മാർ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി, പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവസാനം യോഹന്നാന്റെ സുവിശേഷം പഠിച്ചു വരുമ്പോൾ ഉപദേശം അങ്ങോട്ട് ആഴത്തിൽ അങ്ങോട്ട് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരും പലരും പിൻവാങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം പറയാമോ? പക്ഷെ നിന്നെ ഒരു കൃപ വ്യാപരിച്ചാവുണ്ടല്ലോ. ആര് നിന്നെ ഇട്ടിട്ട് പോയാലും നീ ഒറ്റയ്ക്കേ ഉള്ളേലും നീ നിൽക്കും. കാരണം നീ അവരാരും കാണാത്ത ഒരു വലിയ ദൈവ സാന്നിധ്യം. ഓ സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാൻ ദൈവാത്മാവിനെ ഹേമിക്കുന്നു. എടുക്കാം സഫന്യാവിന്റെ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് എടുക്കുവാൻ ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ചില വ്യക്തികളോട് കൃത്യമായി ഇത് ദൂത് നിങ്ങൾ എഴുതിയെടുത്തോണം. നിങ്ങളുടെ ബൈബിളിനകത്ത് നിങ്ങളൊരു ഡയറിക്കകത്ത് എഴുതി വെച്ചോണം. സഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം, 15-ാം വാക്യം മുതൽ. യഹോവ നിന്റെ ന്യായവിധിയെ മാറ്റും. യഹോവ നിന്റെ മേലുള്ള ചില വിധികളെ മാറ്റും. നിന്റെ ശത്രുവിനെ നീക്കിക്കളയും. കാരണം നിന്റെ രാജാവ് നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. 17 നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. എത്ര പേർ അത് ഏറ്റെടുക്കും? എന്റെ കർത്താവ് എന്നെ രക്ഷിക്കുന്ന വീരനായി എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ട്, എൻ്റെ ശുശ്രൂഷയിലുണ്ട്, എൻ്റെ ജോലി സ്ഥലത്തുണ്ട്. അത് മാത്രമല്ല, നിത്യതയ്ക്കായി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ പദ്ധതികൾക്കായിട്ട് നന്ദി. ഏത് താഴ്വരയാകട്ടെ, ഏത് പർവ്വതമാകട്ടെ, ഏത് വലിയ വെള്ളങ്ങളാകട്ടെ, ഏത് മരുഭൂമിയാകട്ടെ, ഡ്രൈ ലാൻഡ് ആകട്ടെ, വെള്ളം കുടിക്കാൻ കിട്ടാതായിപ്പോട്ടെ, നോ വറീസ്. God is in control. God is in control. രക്ഷിക്കുന്ന വീരനായി അവൻ നിന്റെ മധ്യയുണ്ട്. മധ്യേ അവനുണ്ടെങ്കിൽ അവൻ ശ്രേഷ്ഠതയോടെ കരുതുന്ന ദൈവം. ഒരു എസ്കറ്റോളജിക്കൽ പ്രോഫസി ആണെങ്കിലും അതിനെ ആ ദൂത് അങ്ങനെ പറയാൻ ദൈവാത്മാവിനോട് പറഞ്ഞുകൊണ്ട് പറയുക. എന്താ കർത്താവിന്റെ വേറൊരു പേര് പറഞ്ഞേ? ഇമ്മാനുവേൽ. What is the meaning of Emmanuel? What is the meaning of Emmanuel? God is with me. എന്റെ അപ്പൻ എന്റെ കൂടെയാണ്. സങ്കീർത്തനം 16:8 കാണാ പറ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എഴുതി വെക്കണം വീട്ടില്. എവിടെയൊക്കെ വലിയ കാർഡ്ബോർഡിലോ നിങ്ങൾ അത് എഴുതിയിട്ട് നിങ്ങൾക്കത് സീവ് ചെയ്യാൻ തയ്ക്കാൻ കഴിയുമെങ്കിൽ അത് തയ്ക്കണം. ഇംഗ്ലീഷിലൊക്കെ അത് എഴുതി തയ്ച്ചിട്ട് നിങ്ങളുടെ വലിയ ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ വീടിന്റെ ഭിത്തിയിലൊക്കെ ഇടണം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയം വസിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ ഹൃദയത്തിന് സന്തോഷം, എൻ്റെ മനസ്സിന് ആനന്ദം. ജഡത്തിലും വേദനയും കഷ്ടത്തെയും രോഗമൊന്നുമില്ല, സമാധാനമുണ്ട്. സ്തോത്രം. പീസ്ഫുൾ ആയിരിക്കുക, ബി ഹാപ്പി ഓൾവേസ്, പോസിറ്റീവ് ആയിരിക്കുക. കർത്താവ് എപ്പോഴും പീസ്ഫുൾ ആയിരുന്നു, കർത്താവ് എപ്പോഴും പോസിറ്റീവ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് അതേ പറയാനുള്ളൂ. ക്രിസ്തുവിന്റെ സന്തോഷം നിങ്ങളിൽ നിറയട്ടെ, ക്രിസ്തുവിന്റെ കൃപ നിങ്ങളിൽ നിറയട്ടെ. അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ, കൃപമേൽ കൃപ, സഹനത്തിനുള്ള കൃപ, സഹിക്കാനുള്ള കൃപ, ക്ഷമിക്കാനുള്ള കൃപ, സ്നേഹിക്കാനുള്ള കൃപ, ഉൾക്കൊള്ളാനുള്ള കൃപ, ദയ കാണിക്കാനുള്ള കൃപ, സന്തോഷിക്കാനുള്ള കൃപ,
കഷ്ടതയിലും സന്തോഷിക്കാനുള്ള കൃപ, സമാധാനം പകരുവാനുള്ള കൃപ, ഉപകാരം ഞാനൊന്നുകൂടെ കുറച്ചുകൂടെ ആരെ പറയട്ടെ, തിരിച്ച് കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കാനുള്ള കൃപ. ക്രൈസ്തവരോട് പറയാമോ? തിരിച്ചു കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കാനുള്ള കൃപ. അവരെന്നെ കളിപ്പിച്ചു, ഇവരെന്നെ കളിപ്പിച്ചെന്നൊക്കെയുള്ള വിഷമം എല്ലാം മനസ്സിൽ നിന്ന് കളാം. സ്വത്രം കൊടുക്കാനുള്ള കൃപ. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ മീതെ സ്വർഗം തുറന്നിരിക്കുന്ന കിളിവാതിലുകളുടെ ആഴം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, നിങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ. മനുഷ്യൻ വഴികൾ അടയ്ക്കുമ്പോൾ നിങ്ങൾ ഓർത്തു വെച്ചേക്കുന്ന എല്ലാം തീർന്നെന്നാ? നോ, നിങ്ങൾ കാണുന്നില്ല, ഈ അപ്പന് ഈ ആകാശം നിറയെ നിനക്ക് വേണ്ടി വാതിലുകളും വഴികളും ഉണ്ടെന്ന്. നിന്റെ ചുറ്റുപാട് നിൽക്കുന്ന ചിലർ ഓർത്തു വെച്ചേക്കുന്നേ ഇതൊക്കെ അടയുമ്പോ നീ അങ്ങ് ഇല്ലാതായി പോകുന്നു. നോ, യു ആർ ഗോയിങ് ടു ഹാവ് എ ന്യൂ സ്റ്റാർട്ട്. നിനക്കൊരു പുതിയ തുടക്കം തുടങ്ങാൻ പോവാ. ഹല്ലേലൂയ. നിങ്ങളൊരു പുതിയ ആരംഭം ആരംഭിക്കാൻ പോകുക. പുതിയത് ചെയ്ത് ദൈവം തുടങ്ങാൻ പോകുക. ഹല്ലേലൂയ. അങ്ങനെ കാഴ്ചപ്പാട്. അപ്പൊ ഇന്ന് ഞാൻ എന്റെ മെസ്സേജ് ഞാൻ നിർത്തുകയാണ്, ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവോ? ലോർഡ് പ്ലീസ് ഓപ്പൺ മൈ ഐസ്. എന്റെ കണ്ണിനെ ഞാൻ തുറക്കണേ. നിന്റെ പദ്ധതി കാണുവാൻ എന്റെ കണ്ണിനെ ഞാൻ തുറക്കണേ. നിന്റെ മഹത്വം കാണുവാൻ എന്റെ കണ്ണിനെ ഞാൻ തുറക്കണേ. ഞാൻ അറിവില്ലായ്മയിൽ പലതും പറഞ്ഞുപോയി. ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയാനോട് പറയുന്നു. ഒന്ന് ഏറ്റു പറയാവോ? എന്റെ അറിവില്ലായ്മയിൽ പല വാക്കുകളും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേന്നൊന്ന് പറയാമോ? കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നിന്ന് സമർപ്പിക്കാം. പ്രസിൻ സിസ്റ്ററെ, നിന്നിഷ്ടം ദൈവ ആയിടട്ടെ എന്നുള്ള പാട്ടൊന്ന്